വാത്സല്യക്ഷണീം സുമധുരം സങ്കീർത്തനാനവി സിദ്ധസൗക്തി അമൃതാനന്ദാത്മികാശ്വര സദാശിവസമാരംഭ ശങ്കരാചാര്യമധ്യം അസ്മദാചാര്യവന്ദ്യന്താ വന്ദേ ഗുരുപരമ്പര സ്മൃതിപുരാണാനാം നമാമി ഭഗവത്പാദം ശങ്കരം ലോകശങ്കരം ശങ്കരാചാര്യം ഭാഷ്യഗുരു വന്ദേ തൃതീയാധ്യായം അഞ്ചാം അഥ ഹൈനം കഹോലകൗശീതകേയഃ പപ്രച്ഛ യാജ്ഞവൽക്യേതി ഹോവാച യദേവ സാക്ഷാദപരോക്ഷാദ് ബ്രഹ്മ യ ആത്മാ സർവാന്തരഃ തം മേ വ്യചക്ഷേതി യേഷത്തെ ആത്മാ സർവാന്തരഃ കഥമോ യാജ്ഞവൽക്യ സർവാന്തരോ യോ അശനായാ പിപാസേ ശോകം മോഹം ജരാം മൃത്യും അത്യേതി ഏതം വൈതം ആത്മാനം വിദിത്വാ ബ്രാഹ്മണാഃ പുത്രേഷണായാശ്ച വിത്തേഷണായാശ്ച ലോകേഷണായാശ്ച വിദ്ധായ ഭിക്ഷാചര്യം ചരന്തി യഹ്യവ പുത്രേഷണ സാ വിത്തേഷണ യാ വിത്തേഷണ സാ ലോകേഷണ ഉഭയഹ്യേഷണേവ ഭവതഃ തസ്മാത് ബ്രാഹ്മണഃ പാണ്ഡിത്യം നിർവിദ്യ ബാല്യേന തിഷ്ഠാസീത് ബാല്യം ച പാണ്ഡിത്യം ച നിർവിദ്യ അധ മുനിഃ അമൗനം ച മൗനം ച നിർവിദ്യ അധ ബ്രാഹ്മണഃ സ ബ്രാഹ്മണഃ യേന സ്യാദ് തേന ഈദൃശേവ അതോ അന്യദാർത്ഥം തദോഹ കഹോലകൗശീതകേയഃ ഉപരരാമ. ഏതം വൈത്തം ആത്മാനം വിദിത്വാ വിദ്ധായ. ആത്മാനം വിദിത്വാ വിദ്ധായ രണ്ട് കാര്യങ്ങളാണ്. അറിഞ്ഞിട്ട് വിദ്ധായ ഉത്ഥാനം ചെയ്തു. വിദ്ധാനം എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സന്യാസം. അറിഞ്ഞിട്ട് കർമ്മങ്ങളെല്ലാം തിരിച്ചിട്ട് എന്നർത്ഥം. അധ ഭിക്ഷാചര്യം ചരന്തി. ഏതം വൈത്തം ആത്മാനം, ഈ ആത്മാവിനെ വിദിത്വ അറിഞ്ഞിട്ട് വിദ്ധായ ഉപേക്ഷിച്ച്. എന്തിനാ ഉപേക്ഷിക്കുന്നത്? ഏഷണാണ്. അത് വിശദീകരിക്കും. അധ ഭിക്ഷാചര്യം ചരന്തി. ഭിക്ഷാചര്യം ചരിക്കുന്നു. ഭിക്ഷാചര്യം ചരിക്കുന്നു. അപ്പൊ ഇത് സന്യാസത്തെ കുറിച്ച് പറയുകയാണ്. അത് സ്പഷ്ടമാണ്. അവിടെ വിദിത്വ വിദ്ധായ എന്ന് രണ്ട് പറഞ്ഞിരിക്കുന്നു. അറിഞ്ഞിട്ട് ത്യാഗം
വിധാനം ത്യാഗത്തെ സൂചിപ്പിക്കുകയാണ്. പിന്നെ ആ ത്യാഗിയുടെ ധർമ്മമാണ് ഭിക്ഷാചര്യം. അപ്പൊ ഇവിടെ ഒരാളെ കുറിച്ചാണ് പറയുന്നത്. വിദിത്വ വിദ്വായ എന്ന ഒരു വ്യക്തിയെ കുറിച്ച് പറയണം. ആരാണ് അത് അറിയുന്നത്? അറിയുന്ന ആള് തന്നെ ഉപേക്ഷിക്കുന്നുമില്ല. അതേ ആള് തന്നെ ഭിക്ഷാചര്യം സന്യാസം ചരിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. ത്വാന്തം എന്ന് പറയും. സാധാരണ ഇതുപയോഗിക്കുന്നതിന് ഒരു വ്യക്തി പല പ്രവൃത്തി ചെയ്യുമ്പോഴാണ് ഇതുപയോഗിക്കുന്നത്. വിദിത്വ ഒരുവൻ അറിഞ്ഞു, വിദ്ധായ അവൻ തന്നെ സന്യസിച്ചു, പിന്നെ ഭിക്ഷാചര്യം അവന്റെ ധർമ്മം. അപ്പൊ ഇവിടെ ഒന്ന് അറിയുക, എന്തിനറിയുക? ആത്മാവിന്. പിന്നെ സന്യാസം. ഇത് രണ്ടും തമ്മിലുള്ള ബന്ധം എന്താണ്? അതാണ് ഇവിടെ പറയുന്നത്. ഇത് രണ്ടു തരത്തിൽ പറയാം. പൗർവാപര്യം യഥായോഗം ത്വാന്തയോ പദയോർത്തയോ പൂർവം യത് വിദിത്വേദി തഥാ ദ്വേധാ പ്രകൽപ്പനം ജ്ഞാനസ്വഭാവാത് വിധാനം ജ്ഞേയവസ്തുപരോധത വിധാനെ ചോദനാപേക്ഷ ന അധികാരോപമർത്തത. രണ്ടു തരത്തിൽ ഇതിനെ മനസ്സിലാക്കാം. അറിഞ്ഞിട്ട് വിധാനം, വിദിത്വ വിദ്ധായ, അല്ലെങ്കിൽ ആദ്യം വിധാനം, ആദ്യം ത്യാഗം, രണ്ടാമത് അറിവ്. രണ്ടു തരത്തിലും എടുക്കാം. കാരണം സംസ്കൃത ഭാഷയിൽ പ്രത്യേകിച്ച് അങ്ങനെയാണ്. പദങ്ങളെ അന്വയിക്കുന്നത് മുമ്പിലോ പിറകിലോ എങ്ങനെയാണോ അന്വയിക്കുക, സൗകര്യം പോലെ. ഇവിടെ ആശയത്തിനാണ് പ്രാധാന്യം. എങ്ങനെ സന്യസിക്കുന്നത് അറിഞ്ഞിട്ടാണോ അതോ അറിയാൻ വേണ്ടിയാണോ? അതാണ് ചുരുക്കം ഇവിടുത്തെ ചർച്ച. അറിഞ്ഞിട്ടുള്ള സന്യാസം എന്ന് പറയുമ്പോൾ പറയുന്നു ജ്ഞാനസ്വഭാവാ വിധാനം. ഇവിടെ എന്തിനെ അറിയുന്നു? സ്വസ്വരൂപത്തെ. സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധം. അപ്പൊ അവിടെ എന്താ പറയുന്നത്? സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ബോധത്തിൽ സന്യാസം എങ്ങനെ സംഭവിക്കുന്നു? താൻ കർത്താവാണ്, ഭോക്താവാണെന്നുള്ള ഈ അറിവ്, ഈ അറിവിനെ താൻ തന്റെ പരമാർത്ഥ സ്വരൂപത്തെ ധരിക്കുമ്പോൾ ഈ അറിവങ്ങ് പോകുന്നു. തന്റെ വാസ്തവ സ്വരൂപത്തെ ഗ്രഹിക്കുമ്പോൾ ഇതങ്ങ് പോകുന്നു. താൻ കർത്താവാണ്, ഭോക്താവാണെന്നുള്ള അത് പോകുന്നു. അത് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് കർമ്മവും പോകും. പിന്നെ അവിടെ സന്യാസം എന്ന് പറയുന്ന പ്രത്യേകിച്ച് ഒന്നിനെ വിധിക്കേണ്ട ആവശ്യമില്ല. എന്നുവെച്ചാൽ അവിടെ സന്യാസം സ്വാഭാവികമാണ്, സഹജമാണ്. അവിടെ സന്യാസത്തിന് പ്രത്യേകിച്ചൊരു അധികാരിയില്ല. പറയുന്നു എന്തുകൊണ്ട് ഒരുവൻ കർമ്മം ചെയ്യുന്നു? അജ്ഞാനം കൊണ്ട്. അപ്പോൾ അവിടെ കർത്താവ്, ഭോക്താവ് എന്നുള്ള ബോധം ഉണ്ടാകും. അപ്പോൾ അതിനനുസരിച്ച് ഫലത്തെ ഉദ്ദേശിച്ച് കർമ്മം ചെയ്യുന്നു. അപ്പോൾ ആർക്കാണോ ഈ ബോധമുള്ളത് അവന് കർത്തൃത്വ ഭോക്തൃത്വാദികളെല്ലാം പോകുന്നു. അത് പോയി കഴിഞ്ഞാൽ പിന്നെ സന്യാസം എന്താ? സ്വതസിദ്ധമാണ്. അതാണ് ജ്ഞാനത്തിന് ശേഷമുള്ള സന്യാസം. അതിന് വിദ്വത് സന്യാസം എന്ന് പറയുന്നു. അവിടെ കർത്തൃത്വ ഭോക്തൃത്വം ഇല്ലാത്തതുകൊണ്ട് കർമ്മം ഒഴിഞ്ഞേ പറ്റൂ. എങ്ങനെയുള്ള കർമ്മം? കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോടുകൂടി ചെയ്യേണ്ടി വരുന്ന കർമ്മങ്ങൾ. അതുകൊണ്ടാണ് ഇവിടെ കർമ്മം എന്ന് പറയുന്നതുകൊണ്ട് പ്രധാനമായിട്ടും വൈദിക കർമ്മങ്ങളെന്ന് പറയുന്നു. സ്വർഗത്തെ ഉദ്ദേശിച്ച് ചെയ്യുന്ന യാഗം, അതിന് ആ ചെയ്യുന്നവന് കർത്തൃത്വ ബുദ്ധി വേണം, ഭോക്തൃത്വ ബുദ്ധി വേണം.
തന്റെ പരമാർത്ഥം ഇന്നതാണെന്നറിയുന്നവന്, തന്നിൽ ഇതൊന്നും ഇല്ല എന്നറിയുന്നവന് പിന്നെ എങ്ങനെയാ കർമ്മം ചെയ്യാൻ കഴിയുക? ആ ബുദ്ധി ഉള്ളതുകൊണ്ടാണല്ലോ അത് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും അവനിൽ പിന്നെ കർമ്മമില്ല. കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോടുകൂടിയ ഒരു കർമ്മം പിന്നെ അവനിലില്ല. അപ്പോൾ ഇതാണ് മുഖ്യ സന്യാസം. അപ്പോൾ മുഖ്യ സന്യാസം ഇങ്ങനെ തത്വജ്ഞാനം കൊണ്ട് ആ ശ്രോതാവിൽ സംഭവിക്കുന്നതാണ് മുഖ്യ സന്യാസം. അവിടെ ചോദനാപേക്ഷയില്ല, പ്രത്യേകിച്ച് വിധിയുടെ ആവശ്യം വരുന്നില്ല. സന്യസിക്കൂ എന്ന് വിധിക്കേണ്ട ആവശ്യമില്ല. രണ്ടാമത് ചെയ്യാനൊന്നുമില്ലല്ലോ സന്യാസം എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവിടെ പറഞ്ഞു, ഗീതയിലും പറഞ്ഞു, ഇതെന്താണ്? ത്യാഗാർത്ഥമാണ്. എന്തെങ്കിലും ചെയ്യുക എന്നുള്ള അർത്ഥമല്ല. ഒഴിഞ്ഞു പോകുന്നു, കർമ്മം അവന് ഒഴിഞ്ഞു പോകുന്നു. ഇത് മുഖ്യ സന്യാസം. അത് ഇതിന്റെ തത്വബോധം കൊണ്ട് സംഭവിക്കുന്നു. ഇനി ഇതിനാണ് വിദ്വത് സന്യാസം എന്ന് പറയുന്നത്. അടുത്ത് പറയുന്നു, ശാബ്ദി വാ പ്രതിപത്തിസ്യ വിധാനാദേഹി പ്രയോജിക വിദ്യർത്ഥോ ഹി ബാല്യാദി തതോ ഊർധ്വമപി ദൃശ്യത്തെ. ഇനി മറ്റൊന്നുണ്ട്, ശാബ്ദി പ്രതിപത്തി. എന്നുവെച്ചാൽ ശ്രവണത്തിൽ നിന്ന് ജ്ഞാനം ഉണ്ടാകുന്നു, സ്വസ്വരൂപത്തെക്കുറിച്ചുള്ള ജ്ഞാനം ഉണ്ടാകുന്നു. അപ്പോൾ ആ ജ്ഞാനത്തിൽ അയാൾ ദൃഢത ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ആ ജ്ഞാനത്തിന്റെ ശുദ്ധി ആഗ്രഹിക്കുന്നു. ആ ജ്ഞാനത്തിന്റെ ശുദ്ധി ആഗ്രഹിക്കുമ്പോൾ അയാൾ ഈ കർമ്മത്തിന് പോയി കഴിഞ്ഞാൽ അത് ഈ താൻ അറിഞ്ഞ അറിവുമായിട്ട് വിരുദ്ധമാണ്. താൻ അറിഞ്ഞിരിക്കുന്ന എന്താണ്? താൻ നിത്യശുദ്ധ മുക്തസ്വരൂപനാണെന്നാണ് ശ്രുതിയിൽ നിന്ന് മനസ്സിലാക്കിയത്. താൻ ചെയ്യേണ്ടി വരുന്നത് എന്താണ്? സ്വർഗത്തിന് വേണ്ടി കർമ്മം ചെയ്യുക. ഇത് രണ്ടും കൂടെ ശരിയാകത്തില്ല, പൊരുത്തപ്പെടുന്നില്ല. അപ്പോൾ തന്റെ അറിവ് ത്യാഗത്തിന്, സന്യാസത്തിന് കാരണമായി തീരുന്നു. അപ്പോൾ ഈ കർമ്മങ്ങൾ ഉപേക്ഷിക്കുന്നു. അത് രണ്ടാമത്തെ സന്യാസം. അപ്പോൾ അവിടെ ബോധം ഉണ്ടായി, പക്ഷെ മുമ്പ് പറഞ്ഞതുപോലെ ഉള്ള ബോധമല്ല, ശുദ്ധമായ ബോധമല്ല, അല്ലെങ്കിൽ ദൃഢമായ ബോധമല്ല. അതിലൂടെ പറയുന്നു ശാബ്ദി പ്രതിപത്തി, ശബ്ദജ്ഞാനം. തനിക്കുണ്ടായ ബോധത്തിൽ തനിക്ക് തന്നെ സ്ഥിരതയില്ല. പക്ഷേ അയാൾക്കറിയാം കർമ്മങ്ങൾ ഇതിന് തടസ്സമാണ്. അത് മാത്രമല്ല, ഒന്ന് കർമ്മങ്ങൾ തടസ്സം, കർമ്മത്തെ സംബന്ധിക്കുന്നുള്ള അറിവും സ്വസ്വരൂപത്തെ സംബന്ധിക്കുന്നുള്ള അറിവും പരസ്പര വിരുദ്ധമായ കാര്യങ്ങളാണ്. അപ്പോൾ തന്നെക്കുറിച്ചുള്ള അറിവ് വെച്ചുകൊണ്ട് ഈ കർമ്മങ്ങൾ ചെയ്യാൻ ഒക്കത്തില്ല. ഇവിടെ മുഖ്യമായി ഉദ്ദേശിക്കുന്നു വൈദിക കർമ്മങ്ങളാണ്. അപ്പോൾ എന്ത് ചെയ്യുന്നു? അതിനെ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ചിട്ട് ഈ അറിവ്, അതിനെ ഇവിടെ പറയും അടുത്ത്, പാണ്ഡിത്യം, ബാല്യം, മൗനം എന്നിങ്ങനെ വിധിക്കിവിടെ. ശ്രവണം, മനനം, നിധ്യാസനം, മൂന്നിനാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പാണ്ഡിത്യം, ബാല്യം, മൗനം. ഈ ശ്രവണം, മനനം, നിധ്യാസനത്തിൽ ഒരാൾക്ക് നിഷ്ഠ വേണം. കാരണം അവിടെ അയാൾക്ക് ശുദ്ധമായ ജ്ഞാനം വേണം. എന്നിട്ട് ആ സന്യാസം സഹജമായി സംഭവിക്കുന്നു. അതുകൊണ്ട് ഇവിടെ ആദ്യം അയാൾ ബലാത് ഉപേക്ഷിക്കുന്നു, വേണ്ടാന്ന് വയ്ക്കുന്നു. അപ്പോൾ അതിനവിടെ വിധിയെ ആശ്രയിക്കുന്നു, വിധിപ്രകാരം കർമ്മത്തെ ആശ്രയിക്കുന്നു. ഇവിടെ ഭാഷ്യകാരൻ പറയും, ദാര സംഗ്രഹം അകർത്തുക, അയാൾ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാതെ തന്നെ ബ്രഹ്മചര്യത്തിൽ നിന്ന് തന്നെ സന്യസിക്കുന്നു. അല്ല, ഇനി ഒരാൾ ബ്രഹ്മചര്യത്തിൽ നിന്ന് ഗൃഹസ്ഥ ആശ്രമത്തെ സ്വീകരിച്ചു എന്ന് തന്നെ ആയിരിക്കും. അവിടെ അയാൾക്ക് ഈ ബോധം ഉണ്ടാകും. അവിടെയാണ് അയാൾക്ക് ബോധം ഉണ്ടായത്. വേദാധ്യയനം ചെയ്തു, വിചാരം ചെയ്തു, തന്റെ സ്വരൂപം ഇന്നതാണ്, ഈ കർമ്മങ്ങളൊന്നും തനിക്ക് ചേരുന്നതല്ല എന്ന് മനസ്സിലാക്കി അയാൾ അവിടെ ഉപേക്ഷിക്കും. അയാൾ ആ കർമ്മത്തെ ഉപേക്ഷിക്കുന്നു. ഉപേക്ഷിച്ചിട്ട്
പിന്നീട് ശ്രവണ മനനത്തിൽ അയാൾ മുഴുകുന്നു. ഇത് വിവിധിഷ സന്യാസം എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ എന്താണ്? വിദ്ധായ വിദിത്വ എന്ന് തിരിച്ചറിയുന്നു. സന്യസിച്ചിട്ട് അറിയുന്നു, അറിഞ്ഞിട്ട് ഭിക്ഷാചര്യം. ഇത് വിവിധിഷ സന്യാസത്തെക്കുറിച്ച്. ഇവിടെ വിധിയുണ്ട്. കാരണം പറയുന്നു, ഇവിടെ തന്നെ പറയും തിഷ്ഠാസി ബാല്യേന തിഷ്ഠാസി മൗനേന തിഷ്ഠാസി പാണ്ഡിത്യേന തിഷ്ഠാസി, അങ്ങനെ നീ ഇരിക്കണം. അപ്പോ ശ്രവണമനനാദികളിൽ ഒരാൾക്ക് നിഷ്ഠ കിട്ടണമെങ്കിൽ കർമ്മത്തെ ഉപേക്ഷിച്ചേ പറ്റൂ. ഇവിടെ ശ്രുതിയില് ഭാഷ്യത്തില് എല്ലാം സന്യാസത്തെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത് ശ്രവണ മനനാദികളുള്ള നിഷ്ഠയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം അതിന് സമയം ആവശ്യമാണ്. കർമ്മത്തിൽ മുഴുകിയിരിക്കുന്നവന് അതിന് സമയം കിട്ടത്തില്ല. കൂടുതൽ സമയം കർമ്മത്തിന് പോകും, ഇതിന് സമയം കുറയും. അപ്പം ജ്ഞാനത്തിന് ദൃഢത വരത്തില്ല. പിന്നെ അതിനുള്ള യോഗ്യത വേണം, അത് മറ്റൊരു കാര്യം. അതിവിടെ തന്നെ പറയും, അതിനുള്ള യോഗ്യത ഇല്ലെങ്കിൽ പിന്നെ അവൻ കർമ്മം അനുഷ്ഠിക്കുക. അവിടെയാണ് കർമ്മയോഗവും മറ്റും വരുന്നത്. പക്ഷെ ആ സന്യാസം രണ്ടു തരത്തിലുണ്ട് ഇവിടെ പറയുന്നു. ഒന്നുകിൽ വിദിത്വ വിദ്ധായ എന്ന് പറയുന്ന വിദ്വസന്യാസം, തത്വജ്ഞാനത്തിൽ കർമ്മം ഒഴിയുന്നു, സഹജമായ സന്യാസം. അല്ലെങ്കിൽ വിദ്ധായ വിദിത്വ, ബലാൽ കർമ്മത്തെ ഒഴിവാക്കുന്നു, അതിനുള്ള യോഗ്യത ഉള്ളവൻ കർമ്മം വേണ്ടാന്ന് വയ്ക്കുന്നു, ഉപേക്ഷിക്കുന്നു. ആ കർമ്മത്തിന്റെ ത്യാഗം എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമത്തിന്റെ ത്യാഗം. അതാണ് എന്തവൻ പിന്നീട് തുടരുന്ന ഇതിനാണ് ഇവിടെ സന്യാസം എന്ന് പറയുന്നത്. ശ്രവണ മനനങ്ങൾ തുടരുന്നതാണ്. ഈ രണ്ടു കൂട്ടരെയും പറയുന്ന ഇതിനെ പറയുന്ന പരമഹംസ പരിവ്രാജ്യം എന്ന് പറയുന്നു. അത് തത്വജ്ഞാനത്തിന് വേണ്ടി കർമ്മത്തെ ത്യജിച്ചാലും ശരി, അല്ല മറിച്ചായാലും ശരി, രണ്ടായാലും എന്താണ്? പരമഹംസ പരിവ്രാജ്യമാണ്. വിദ്ധായാത വിദിത്വേദി പൂർവാപരി യഥേഷ്യതേ വിദ്ധാന സാധന വിദ്യം അർത്ഥോ ഭവേത്. അപ്പോൾ ഇങ്ങനെ പൂർവാപരത്തെ സ്വീകരിക്കുകയാണെങ്കിൽ ആദ്യം വിദ്ധാനം, രണ്ടാമതറിവ്, ആദ്യം സന്യാസം, രണ്ടാമതറിവ്, അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ സന്യാസം എന്ന് പറയുന്നത് വിദ്യയ്ക്ക് സാധനമാണ്. തത്വജ്ഞാനത്തിന് സന്യാസമാണ് സാധന. അപ്പോൾ അവിടെ സന്യാസം എന്ന് പറയുന്നത് സാധനാരൂപത്തിലുള്ള സന്യാസം. അവിടെ സന്യാസത്തിന് എന്തൊക്കെ നിഷ്ഠകൾ, നിയമങ്ങളുണ്ടോ, ആ യമനിയമാദി, ആ നിയമങ്ങളോടുകൂടി സന്യാസവൃത്തിയിൽ തുടർന്നുകൊണ്ട് അയാൾ ചെയ്യേണ്ടത് ശ്രവണ മനനാദി കാര്യങ്ങൾ. അതാണ് ഇവിടെ ആചാര്യൻ പറയുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ഈ പറയുന്ന തത്വജ്ഞാനത്തിന് അതിന് ഈ സന്യാസം ഒരു സാധനയായി മാറും. മറ്റു സന്യാസം എന്ന് പറയുന്ന സിദ്ധിയാണ്, അത് സാധന. ആ സന്യാസം എന്ന് പറയുന്ന തത്വജ്ഞാന സ്വരൂപം തന്നെയാണ്. അവിടെ തത്വജ്ഞാനം സന്യാസം ഒന്ന് വേർതിരിക്കാൻ പോയി. ഇത് രണ്ടു തരത്തിലും ഇവിടെ പറയുന്നു. ഇത് രണ്ടുമല്ലാതെ മൂന്നാമതൊരു സന്യാസത്തെ ഇവിടെ അംഗീകരിക്കുന്നില്ല, ആചാര്യൻ അംഗീകരിക്കുന്നില്ല. വിദിത്വ കഥമിത്യസ്യ പ്രത്യുക്തർത്ഥ പരാശ്രുതി തസ്മാദിത്യാധികായോഗ്യ ന്യാസഹേതുത്വസിദ്ധി.
അപ്പോൾ ഇവിടെ പറയുന്ന ആ തത്വബോധപര്യന്തം സന്യാസത്തെ വിധിച്ചിരിക്കുകയാണ്. ഇപ്പൊ സന്യാസം എന്ന് പറയുന്ന ഒരാളുടെ വൃത്തിയാണ്, അനുഷ്ഠാനമാണ്. അത് അറിയുന്നതിന് വേണ്ടിയുള്ള സന്യാസമായതുകൊണ്ട് അതിന് വിവിധിഷ സന്യാസം എന്ന് പറയുന്നു. അത് ശാസ്ത്രസമ്മതമായ കാര്യമാണ്. അപ്പൊ ഇവിടെ ശരിക്കും പഴയ രീതി അനുസരിച്ച് പറയണം, ഇന്നത്തെ രീതി അനുസരിച്ചല്ല. ഇന്ന് അതിനൊക്കെ കാലം കൊണ്ട് മാറ്റം വന്നിട്ടുണ്ട്. ഭാഷ്യകാരന്റെ അല്ലെങ്കിൽ വൈദിക ധർമ്മ വ്യവസ്ഥ അനുസരിച്ച് പറയുകയാണെങ്കിൽ ഒന്നുകിൽ തത്വജ്ഞാനത്തിന് വേണ്ടി സന്യാസം സ്വീകരിക്കും. ഇത് അദ്വൈതികളെ സംബന്ധിച്ച്. അപ്പോൾ അവിടെ കർമ്മത്തെ ത്യജിക്കുന്നു, പാടെ ത്യജിക്കുന്നു. പിന്നെ അയാളെ സംബന്ധിച്ച് അയാളുടെ അനുഷ്ഠാനം എന്ന് പറയുന്നത് ശ്രവണമനന നിത്യാസം. അവിടെയും ഭിക്ഷാചര്യമാണ് അയാൾ സ്വീകരിക്കുന്നത് ശരീരധാരണത്തിന് വേണ്ടി. ഇവിടെ പറയും ശ്രവണാദികൾ അനുഷ്ഠിക്കുന്നതിന് ശരീരസ്ഥിതി അത്യന്താപേക്ഷികമാണ്. അപ്പം ഭക്ഷണം തുടങ്ങിയ കാര്യങ്ങൾ വേണം. അത് ഭിക്ഷാന്നം ഇവിടെ സ്വീകരിക്കുക. അന്നത്തെ കാലമാണ്. അപ്പം അവിടെ സന്യാസവും ഭിക്ഷാനും ശ്രവണമനന ഇത്രയേ ഉള്ളൂ. ഇതൊന്ന്. ഇനി മറ്റൊന്ന്, അങ്ങനെ അയാൾ ആ വ്യക്തി തന്നെ എടുക്കുക. അങ്ങനെ അയാൾ സന്യാസം സ്വീകരിച്ചുകൊണ്ട്, നമ്മൾ പറയില്ലേ സന്യാസം സ്വീകരിച്ചു, അങ്ങനെ സന്യാസം സ്വീകരിച്ച് ഭിക്ഷാടനത്തിൽ ശരീരത്തെ നിലനിർത്തി ശ്രവണ മനനാദികൾ ചെയ്ത് അയാൾ തത്വബോധം ഉറച്ചു കഴിഞ്ഞാൽ ആ തത്വബോധത്തിൽ അയാൾ പിന്നീട് സന്യാസം സ്വതസിദ്ധമായി. മുമ്പ് തന്നെ അയാൾ ഉപേക്ഷിച്ചിരിക്കുകയാണ്. അയാൾ തത്വനിഷ്ഠയിലിരിക്കുന്നു. ഇത് രണ്ടാമത്തെ വിദ്വസന്യാസം എന്ന് പറയുന്നത്. അവിടെ അയാൾ പ്രത്യേകിച്ച് കർമ്മം ത്യജിക്കുന്നുണ്ട്. അപ്പോൾ ആ സന്യാസത്തിന്റെ പൂർണ്ണതയെന്നോ അല്ലെങ്കിൽ ജ്ഞാനത്തിന്റെ പൂർണ്ണതയെന്നോ പറയാം, രണ്ടും ഒന്ന് തന്നെ. ഇനി ഒരാൾക്ക് ഈ ജ്ഞാനം ഉണ്ടായി, ഈ ശ്രവണത്തിൽ നിന്ന് ഇങ്ങനെ വേദാധ്യയനത്തിൽ നിന്ന് തന്നെ ഇവിടെ പറഞ്ഞ ആപാതജ്ഞാനം, ആ ജ്ഞാനം ഉണ്ടായി. പക്ഷെ അയാൾക്ക് കർമ്മത്തെ ത്യജിക്കാൻ കഴിയുന്നില്ല. കർമ്മത്തെ ത്യജിക്കുന്നതിന് കഴിയുന്നില്ല. കാരണം എന്തുകൊണ്ട്? ഈ ഏഷണങ്ങളിൽ നിന്ന് അയാൾക്ക് മോചനം കിട്ടുന്നു. അങ്ങനെ വരുന്നയാള് ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കുന്നു. അവിടെ അയാൾ കർമ്മത്തെ കർമ്മയോഗമായി അനുഷ്ഠിക്കുന്നു. ഇതാണ് പഴയ രീതി. നമ്മൾ ഗീതയിലൊന്നും ഈ തരത്തിലല്ല ചർച്ച ചെയ്യും. അപ്പോൾ ശരിക്കും ഈ കർമ്മയോഗം എന്ന് പറയുന്നത് കർമാനുഷ്ഠാനം ഉള്ളിടത്തേ ഉള്ളൂ. ആ കർമാനുഷ്ഠാനം എന്ന് പറയുന്നത് ഗൃഹസ്ഥാശ്രമത്തിലാണ്. അവിടെ കർമ്മയോഗമുള്ളൂ. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറയുന്നത് അജ്ഞനാണ് കർമ്മയോഗം എന്ന് പറയുന്നത്. ആ കർമ്മയോഗത്തിൽ അയാൾക്ക് ചിത്തശുദ്ധി വരുമ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു? അയാൾ അവിടെയും ഗൃഹസ്ഥാശ്രമത്തിൽ അയാൾ കർമ്മത്തെ ത്യജിക്കുന്നു. കർമ്മത്തെ ത്യജിച്ചിട്ട് ഈ ശ്രവണ മനനാദികൾ അനുഷ്ഠിക്കുന്നു. അവിടെ അയാൾ പൂർണ്ണമായ കർമ്മസന്യാസത്തിൽ എത്തിച്ചേരുന്നു. അപ്പോൾ കർമ്മ അനുഷ്ഠാനവും കർമ്മയോഗവും എല്ലാം ഗൃഹസ്ഥാശ്രമിക്കുകയാണ്. ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം കർമ്മത്യാഗം, ഇതാണ് ഭാഷ്യകാരൻ നിർദ്ദേശിക്കുന്ന വഴി. വൈദികന്മാർക്ക് വേണ്ടി ഭാഷ്യകാരൻ നിർദ്ദേശിച്ച പദ്ധതി ഇതാണ്. ബ്രഹ്മചാരിയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായ കർമ്മത്യാഗം, അതിന് തത്വജ്ഞാനത്തെ ആഗ്രഹിക്കുന്ന, അല്ലെങ്കിൽ അവൻ ഗൃഹസ്ഥാശ്രമം, രണ്ട് വഴിയേ ഉള്ളൂ. ഒന്നുകിൽ കർമ്മത്തെ പൂർണ്ണമായും ത്യജിച്ച് ശ്രവണ മനനങ്ങളിൽ ഇരിക്കുക,
അല്ലെങ്കിൽ ഇവിടെ പറയുന്ന തരത്തിൽ ധാരാപരിഗ്രഹത്തോടുകൂടി ഗൃഹസ്ഥാശ്രമത്തിലിരുന്ന് അവിടെ ഇരുന്നുകൊണ്ട് കർമ്മത്തെ അനുഷ്ഠിക്കുക, കർമ്മയോഗമായി. ഇതിന്റെ രണ്ടിന്റെയും ഫലം എന്ന് പറയുന്നത് ആത്യന്തികമായി സർവകർമ്മ സന്യാസം. അത് തത്വജ്ഞാന നിഷ്ഠ തന്നെയാണ്, വിദ്വത് സന്യാസം. ഈ മൂന്ന് വഴികളാണ് ഇവിടെ ഭാഷ്യകാരൻ നിർദ്ദേശിക്കുന്നത്. പിന്നെ ബ്രഹ്മചാരി അങ്ങനെയല്ല, നമ്മൾ ഛാന്തോക്യത്തിലും മറ്റും ചർച്ച ചെയ്തു. ബ്രഹ്മചാരി തന്നെ ബ്രഹ്മചര്യ വ്രതമനുഷ്ഠിക്കുന്നു, വനത്തിലും മറ്റും താമസിച്ച് ഉപാസനകളും മറ്റും ചെയ്യുന്നു. അങ്ങനെയുള്ള ബ്രഹ്മചാരികൾ, ഗൃഹസ്ഥാശ്രമത്തെ സ്വീകരിക്കാത്ത നൈഷ്ഠിക ബ്രഹ്മചാരി, അവർ പലതരത്തിലുള്ള അവർ കർമ്മസിച്ച് ധാരാപരിഗ്രഹം അവർ ചെയ്യുന്നുണ്ട്. അവര് പല ഉപാസനകൾ ചെയ്യുന്നു, ഈ തത്വവിചാരവും ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ ബ്രഹ്മചര്യ വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് അത് തന്നെ ഒരു വ്രതമായി സ്വീകരിക്കുന്നു. അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഉപാസനകൾ ചെയ്യുന്നു, നൈഷ്ഠിക ബ്രഹ്മചാരിയായിരിക്കുന്നു. അവർക്ക് ഉത്തരായണത്തിലൂടെയുള്ള ഗതി ചാന്തോക്യത്തിൽ ചർച്ച ചെയ്തതാണ്. അതും അംഗീകരിക്കുന്നു. അവിടെയും ഉണ്ട് അങ്ങനെയുള്ള പരിവ്രാജകന്മാരുമുണ്ട്. അവിടെ വൈഖാനസന്മാർ, പരിവ്രാജകന്മാരെന്നൊക്കെ പറഞ്ഞ് അവിടെ വിശദീകരിച്ചു. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉത്തരായണത്തിലൂടെയുള്ള ഗതിയാണ്, ഹിരണ്യഗർഭലോകപ്രാപ്തി വരെയുള്ള ഫലങ്ങളുണ്ടാവും. കാരണം എന്തുകൊണ്ട്? അവർ ശ്രവണമനനാദി അനുഷ്ഠിക്കുന്നത്. അതേസമയം അവർ സന്യാസിമാരോ അല്ലെങ്കിൽ നൈഷ്ഠിക ബ്രഹ്മചാരിമാരോ ആണ്. അങ്ങനെയുള്ളവരെ സംബന്ധിച്ചു അത് നൈഷ്ഠിക ബ്രഹ്മചാരിയെ കുറിച്ച് പറഞ്ഞു. ഗുരുകുലത്തിൽ തന്നെ കഴിഞ്ഞ് ജീവിതാവസാനം വരെ ഗുരുകുലത്തിൽ തന്നെ കഴിയുന്നു. അപ്പോൾ അയാള് ഗുരുകുലം വിട്ടുപോകുന്നില്ല, എന്നുവെച്ചാൽ സന്യാസധർമ്മത്തെ വിശേഷിച്ച് സ്വീകരിക്കുന്നില്ല. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് അയാൾ ഒന്നുകിൽ ആ വ്രതത്തെ പരിപാലിക്കുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ഉപാസനയെ സ്വീകരിക്കുന്നു. അവർക്ക് ഉത്തരായണത്തിലൂടെയുള്ള ഗതിയാണ്. ഇനി സന്യാസം തന്നെ ഒരാൾ സ്വീകരിക്കുന്നു എന്ന് വെച്ചാൽ കർമ്മത്തെ ത്യജിക്കുന്നു, എന്നാൽ അയാൾ ഉപാസനയിലാണ്. അങ്ങനെയുള്ളവർക്ക് ഉത്തരായണത്തിലൂടെ ഗതി. ഇവിടെ പറയുന്നത് പരമഹംസ പരിവ്രാജം എന്ന് പറയുന്നു. അവരെന്ത് ചെയ്യുന്നു? കർമ്മത്തെ ത്യജിക്കുക മാത്രമല്ല, ധാരാപരിഗ്രഹത്തെ ഒഴിവാക്കുക മാത്രമല്ല, അവർ ഈ ശ്രവണമനന നിധ്യാസനങ്ങൾ അനുഷ്ഠിക്കുന്നു. അവർക്ക് തത്വജ്ഞാനവും സർവകർമ്മ സന്യാസവും. ഇതാണ് ഭാഷ്യകാരൻ പറയുന്ന രീതി. നിശേഷ കർമ്മസന്യാസം വിദ്യായാഹ സാധനം ശ്രുതി സന്യാസ സാധനം ജ്ഞാനം നിർവക്തി അത്രാപിജ. ഇവിടെ എന്താണ്? നിശേഷകർമ്മസന്യാസം. നിശേഷകർമ്മം എന്ന് പറയുന്നത് കാമ്യം, നിഷിദ്ധം, നിത്യം, നൈമിത്തികം. ഇതാണ് നിശേഷകർമ്മം എന്ന് പറയുന്നത്. കാരണം ഇത് വൈദികരോട് പറയുന്നതാണല്ലോ. അപ്പോൾ ഈ സർവകർമ്മങ്ങളെയും ത്യജിച്ച് ശ്രവണാദികളിൽ മുഴുകുന്ന ഒരാൾ ബ്രഹ്മചര്യനിഷ്ഠയും ധാരാപരിഗ്രഹം കൂടാതെ, ഇത് പ്രധാനമായിട്ടും പുരുഷനെ ഉദ്ദേശിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സ്ത്രീയെ ഉദ്ദേശിച്ചുള്ള കാര്യം ഇനി നമ്മൾ പറയും. അങ്ങനെ ചെയ്യുമ്പോൾ വിദ്യായ സാധനം ശ്രുതി. ശ്രുതി പറയുന്നു ഇത് വിദ്യയ്ക്ക് സാധനമാണ്, അതുകൊണ്ട് വിദ്യ ജ്ഞാനപ്രാപ്തി ഉണ്ടാകും. സന്യാസ സാധനം ജ്ഞാനം നിർവ്യക്തി അത്രാപിജ ശ്രുതി. ഇപ്പൊ സന്യാസമാകുന്ന സാധനത്തോടു കൂടിയതാണ് ജ്ഞാനം. എന്ന് വെച്ചാൽ ജ്ഞാനത്തിന് സന്യാസം ഉപായമാണ് എന്ന് പറയുന്നു. എന്നാൽ ഒരു സന്ദർഭത്തിൽ സന്യാസം ജ്ഞാനം തന്നെ എന്നും പറയുന്നു. അതുകൊണ്ട് സാധാരണ ഒരു തെറ്റിദ്ധാരണ
അത് ഒരാൾക്ക് ആ തത്വബോധം കൂടാതെ സന്യസിക്കാമോ? അത് സന്യാസം സാധ്യമാകുമോ എന്നും മറ്റും ചോദിക്കും. ഇവിടെ പറയുന്നത് ആ സന്യാസത്തിന്, സർവകർമ്മ സന്യാസത്തിന് ആപാതജ്ഞാനം. അവിടെ സന്യാസം പൂർണ്ണമാകത്തില്ല, വേണ്ട. ബാഹ്യമായുള്ള ത്യാഗം അവിടെ സംഭവിച്ചു കഴിഞ്ഞു. ആന്തരികമായ ത്യാഗം ജ്ഞാനത്തിന്റെ നിഷ്ഠയിൽ സംഭവിച്ചോളൂ. അതുകൊണ്ട് അവിടെ സന്യാസിക്ക് വ്യാകുലാതിയൊന്നുമില്ല. തന്റെ സന്യാസം ശരിയാണോ തെറ്റാണോ എന്നുള്ള. പക്ഷെ അവിടെ സർവകർമ്മ സന്യാസം സംഭവിച്ചിരിക്കുന്നു. അപ്പോൾ അവിടെ ഒരു ചോദ്യം വരും, അങ്ങനെ സന്യാസം സർവകർമ്മങ്ങളിൽ സന്യസിച്ചു, അങ്ങനെ സന്യസിക്കുന്നവന് ലൗകികമായ കർമ്മങ്ങൾ വേണ്ടേ? ഇന്ന് ലൗകികമായ കർമ്മം എന്ന് പറയുന്നത് സാറിന് എന്തിനു വേണ്ടിയാണ് ചെയ്യുന്നത്? ഇവിടെ ഈ ത്യാഗത്തോടുകൂടി സന്യസിക്കുന്നവന് മറ്റ് കാമനകളൊന്നുമില്ല. ലോകപൂജ അവൻ ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റൊന്നും അവൻ ആഗ്രഹിക്കുന്നില്ല. പക്ഷെ ഒന്ന് വേണമല്ലോ, ശരീരസ്ഥിതി. അപ്പൊ ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി എന്ത് ചെയ്യണം? അപ്പോൾ എന്തെങ്കിലും പ്രവൃത്തി ചെയ്യണ്ടേ എന്ന് ചോദിക്കും. അതിനു വേണ്ടിയിട്ടാണ് അന്ന് പറഞ്ഞത് ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി ഭിക്ഷാടനം എന്ന് പറഞ്ഞു. അതുകൊണ്ടാണ് നമ്മൾ പറയാറുള്ളത് ഈ സന്യാസം ഇന്ന് സാധ്യമല്ല എന്ന് പറയുന്നു. ഇന്ന് ശരീരസ്ഥിതിക്ക് വേണ്ടി പ്രവർത്തിച്ചാലേ പറ്റും. പിന്നെ വേറൊന്നുകൂടെ ഉണ്ട്. ഇന്ന് സന്യാസം എന്ന് പറയുമ്പോൾ നമ്മളതിനെ ആശ്രമ ജീവിതം ആയിട്ടാണ് കാണുന്നത്. ഒരാശ്രമത്തിൽ ചെന്ന് താമസിച്ച് സന്യാസം, അതാണ് ഇന്ന് കാണുന്നത്. അന്ന് ഇതെഴുതുന്ന കാലത്ത് ആശ്രമമില്ല, സന്യാസധർമ്മം തന്നെ ആശ്രമം. അതിനാണ് ആശ്രമ സന്യാസം എന്നല്ലാതെ ഒരു വീട്ടിന്റെ അകത്തുള്ള സന്യാസമാണ്. ഒരു വീട് കെട്ടിയിട്ട് അതിന് ആശ്രമം എന്ന് പേരിട്ടിട്ട് അതിന്റെ അകത്തിരുന്നുള്ള സന്യാസം ഉണ്ടാകുന്നു. അന്ന് സന്യാസിയുടെ ആശ്രമം എന്ന് പറയുന്നത് എന്താ? സന്യാസാശ്രമം തന്നെ, സന്യാസധർമ്മം തന്നെ. എന്താണത്? ശ്രവണ മനനാദികൾ ചെയ്യുക, ഭിക്ഷാടനം, അതിൽ ശരീരം നിലനിർത്തുക. ഇന്നത് സാധ്യമല്ല. അത് സാധ്യമല്ലാതെ മാറി വന്നപ്പോഴാണ് പിന്നെ ഈ ഇന്നത്തെ ആശ്രമ സന്യാസം. അന്നത്തെ ആശ്രമ സന്യാസമല്ല, ഇന്നത്തെ ആശ്രമ സന്യാസം. അപ്പോൾ സന്യാസിയും ശരീരം നിലനിർത്തുന്നതിന് വേണ്ടി എങ്കിലും എന്താണ് പ്രവർത്തിക്കേണ്ടി വരുന്നു. അപ്പോൾ പിന്നെ ആ പ്രവൃത്തി എങ്ങനെ ചെയ്യണമെന്നുള്ളതായി. അപ്പോൾ സന്യാസിക്കും കർമ്മയോഗം വരുന്നു. ഇതൊക്കെ കാലം കൊണ്ട് വന്നു ചേർന്നതാണ്. ഈ ഭാഷ്യകാരന്റെ ദൃഷ്ടിയിൽ കർമ്മയോഗം ഗൃഹസ്ഥാശ്രമിക്കേ ഉള്ളൂ. ആ കൃത്യമായ ആ വൈദിക ജീവിതധർമ്മം അനുസരിച്ചാണ് പോകുന്നത്. കാരണം അന്ന് ഭിക്ഷാടനം, ഭിക്ഷ സ്വീകരിക്കുന്നത് സമൂഹം അംഗീകരിച്ച കാര്യമാണ്. സന്യാസിക്ക് ഭിക്ഷ കൊടുക്കും, സന്യാസിക്ക് ഭിക്ഷ സ്വീകരിക്കാം. പക്ഷെ ഇന്നത് സാധ്യമല്ല. ഇന്ന് കൊടുക്കുന്നതും വാങ്ങുന്നതുമൊക്കെ ശിക്ഷാർഹമാണ്. കാലവും നിയമങ്ങളുമൊക്കെ മാറി. അപ്പോൾ സന്യാസിക്ക് ആശ്രമം വന്നു, കെട്ടിടം ആശ്രമം വന്നു, വീട് ആശ്രമം വന്നു. അപ്പോൾ അവിടെ ശരീരത്തെ നിലനിർത്താൻ പ്രവർത്തിക്കണം. ആ പ്രവൃത്തി പിന്നെ എന്ത് ചെയ്യണം? കർമ്മയോഗമാക്കി ചെയ്യേണ്ടി വരുന്നു. ഇത് കാലം മാറിക്കൊണ്ട് വന്നാണ്. ഇന്നത്തെ കാലത്തിൽ ഇതേ പ്രായോഗികമാകും. അന്നത്തെ കാലം തിരിച്ചു വരാനും പോകുന്നുണ്ട്. അതിന്റെ വ്യത്യാസം മനസ്സിലാക്കും. അതുകൊണ്ടാണ് ഇന്ന് സന്യാസിക്ക് കർമ്മയോഗം, ബ്രഹ്മചാരിക്കൊക്കെ കർമ്മയോഗം വന്നു. അന്നത്തെ നിലയ്ക്കാണെങ്കിൽ സന്യാസിക്കും ബ്രഹ്മചാരിക്കൊന്നും കർമ്മയോഗമില്ല. അപ്പോൾ ഇന്നും അതുപോലെ ഭിക്ഷാടനം അത് സാധ്യമല്ല. ഇന്നത്തെ സ്മൃതികൾ അതിനെ അനുകൂലിക്കുന്നില്ല. അന്നത്തെ സ്മൃതികളിലെല്ലാം അതാ പറഞ്ഞിരിക്കുന്നത്, സന്യാസിക്ക് ഭിക്ഷ കൊടുക്കണം, സന്യാസി ഭിക്ഷ കൊടുക്കണം. ഇന്ന് രാജാക്കന്മാരാണ് ഭരിച്ചിരുന്നത്, അവരത് അനുവദിച്ചിരുന്നു. സന്യാസിക്ക് ഭിക്ഷ സ്വീകരിക്കാം, സന്യാസിക്ക് കൊടുക്കാം. ഇന്നത്തെ രാജാക്കന്മാർ അതനുവദിക്കില്ല, പിടിച്ച് ജയിലിടും. പിന്നെ അവിടെ ഗോതമ്പുണ്ട ഭിക്ഷ എന്ന് പറഞ്ഞ് കഴിക്കേണ്ടി വരും. ഭിക്ഷ ആകത്തില്ല.
അങ്ങനെ സംഭവിക്കാറുണ്ട്. ഇപ്പോൾ ഭിക്ഷ എടുക്കുന്നവരെ പിടിച്ച്, അലഞ്ഞു തിരിഞ്ഞ് ഭിക്ഷ എടുക്കുന്നവരെ പിടിച്ച്, അങ്ങനെയുള്ള സന്യാസിമാരെ കണ്ടുകൊണ്ട് 6 മാസമൊക്കെ ജയിലിൽ കിടന്നിട്ട് വരുന്നവർ, ദേഹത്തെല്ലാം മുട്ടപ്പേനൊക്കെ പിടിച്ച് കുളിക്കാതെ ആകെ കഷ്ടപ്പെട്ടു 6 മാസം ജയിലിലായിരുന്നുകൊണ്ടാണ് പിടിച്ച് ജയിലിൽ കിട്ടി. ഭിക്ഷാടനം നിരോധിച്ചിരിക്കുകയാണ്. ഈ പുസ്തകത്തിലൊക്കെ എഴുതി വെച്ചിരിക്കുന്ന പഴയ കാലത്ത് പറഞ്ഞു കേട്ടിരിക്കുകയാണ് ഭിക്ഷാടനത്തിനിറങ്ങി പിടിച്ച് ജയിലിൽ കിട്ടി. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. അതുകൊണ്ടാരും അത്തരം പരീക്ഷണങ്ങൾക്കൊന്നും വരുമ്പോഴേ കുറച്ച് ബുദ്ധിമുട്ടായെങ്കിലും എന്തെങ്കിലും പണി ചെയ്ത് ജീവിക്കുന്നതാണ് നല്ലത്. യഥാ തഥാ പരാശ്ചാത്ര ശ്രുതേ സന്ധി കോടിശ ജ്ഞാന അനുരോധിനി യദ്വത് പ്രവൃത്തി പ്രാണിനാമിഹ തഥാ ഇഹാഭി ശ്രുതിവൃത്തി പ്രത്യേക യാഥാത്മ്യവേദന പറയുന്നു. നിങ്ങൾ ഈ കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു. ഇവിടെ കർമ്മം എന്നുള്ളത് ഉദ്ദേശിക്കുന്നത് ശ്രൗതവും സ്മാർത്ഥവുമായിട്ടുള്ള കർമ്മങ്ങളാണ്. ഈ കർമ്മങ്ങൾ നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു? പ്രമാണമുള്ളതുകൊണ്ട്, ശ്രുതി പറഞ്ഞിരിക്കുന്നുണ്ട്. ഇനി ചെയ്യുന്ന കർമ്മങ്ങൾക്ക് തന്നെ നിയമങ്ങൾ എന്തുകൊണ്ട് വയ്ക്കുന്നു? അത് ശ്രുതി പറഞ്ഞിരിക്കുന്നുണ്ട്. നിത്യാഗ്നിഹോത്രം ചെയ്യണം, സന്ധ്യാവന്ദനം ചെയ്യണം, അതിന്റെ രീതി വിധാനങ്ങൾ ഇന്നതാണ്, ജപം ചെയ്യണം ഇന്നതാണ്, പ്രാണായാമം ചെയ്യണം, ഉപാസന ചെയ്യണം. ഇതെല്ലാം നിങ്ങൾ എന്തുകൊണ്ട് ചെയ്യുന്നു എന്ന് വിധിച്ചിരിക്കുന്നുണ്ട്. അപ്പൊ വിധിച്ചിരിക്കുന്നത് കൊണ്ട് ഇത് ചെയ്യുകയാണെങ്കിൽ സന്യാസം വിധിച്ചിരിക്കുകയാണ്. എന്നുവെച്ചാൽ ഈ കർമ്മങ്ങളുടെ ത്യാഗവും അത് നിങ്ങൾക്ക് ചെയ്യാം. അത് ശാസ്ത്രം പ്രമാണമാണ്. അതിന് നിങ്ങൾക്ക് അതിനുള്ള യോഗ്യതയുണ്ടെങ്കിൽ കുറഞ്ഞ പക്ഷം ആ ഏഷണകളിൽ നിന്ന് നിങ്ങൾക്ക് മുക്തനാകാൻ കഴിയുമെങ്കിൽ കർമ്മത്തെ എങ്ങനെയാണോ വിധിച്ചിരിക്കുന്നത് അതുപോലെ ശാസ്ത്ര സന്യാസത്തെയും വിധിച്ചിരിക്കുന്നു. അതുകൊണ്ട് സന്യാസത്തിന് ശാസ്ത്രം പ്രമാണമാണ്. കർമ്മങ്ങളെ ത്യജിക്കാം പൂർണ്ണമായിട്ടും എന്ന് പറഞ്ഞിരിക്കുന്നു. അപ്പോൾ അത് വിവിധ സന്യാസത്തിന് വേണ്ടി പറയുകയാണ്. വിവിധ സന്യാസത്തിൽ ശാസ്ത്രത്തെ പ്രമാണമായി സ്വീകരിച്ചുകൊണ്ട് ശാസ്ത്രത്തിന്റെ വിധി അനുസരിച്ച് എല്ലാ കർമ്മങ്ങളെയും വിധിപ്രകാരം ത്യജിച്ചിട്ടയാൾ പരമഹംസ പരിവ്രാജകനായി ശ്രവണാദി സാധനകൾ ചെയ്യുന്നു. അത് വിധേയമാണ്. മറ്റു വിദ്വസന്യാസം വിധേയമല്ല. തത്വജ്ഞാനത്തിൽ കർമ്മങ്ങൾ ഒഴിഞ്ഞു പോകുന്നു. അപ്പോൾ 2 തരത്തിലായാലും ശരി. പിന്നെ ഗൃഹസ്ഥാശ്രമമില്ല, 2 പിന്നെ ഉള്ളതിനെ സന്യാസാശ്രമം എന്ന് പറയും. സന്യാസാശ്രമം എന്ന് വെച്ചാൽ ഇതുപോലെ നമ്മൾ ഒരു വീട്ടിൽ താമസിക്കുന്ന ആശ്രമമല്ല. യൗവനം, ഗാർഹസ്ഥ്യം, സന്യാസം എന്ന് പറയുന്ന ആ ജീവിത രീതി, അതാണ് സന്യാസാശ്രമം. അത് ഒന്ന് സഹജമായിരിക്കുന്നു, മറ്റൊന്ന് ശാസ്ത്രപ്രമാണമനുസരിച്ച് സ്വീകരിച്ചിരിക്കുന്നു. അപ്പോൾ ഇതെല്ലാവരും സ്വീകരിച്ചിരിക്കുന്നതാണ്. അദ്വൈതികളെല്ലാം സ്വീകരിച്ചിരിക്കുന്നു. 2 തരത്തിലുള്ള സന്യാസത്തെക്കുറിച്ച് സ്വീകരിച്ചിരിക്കുന്നു. പക്ഷേ ഈ ആചാര്യന്മാരാണ് ഈ കാലം മാറുന്നതും ഭിക്ഷാടനം നിരോധിക്കുന്ന ഒരു കാലം വരുമെന്നൊന്നും ഇവരാരും ചിന്തിച്ചതേയില്ല. അതുകൊണ്ട് ഇന്നത്തെ സന്യാസത്തെക്കുറിച്ച് ഇവിടെയൊന്നും ചർച്ച ചെയ്യുന്നില്ല. ഏതെങ്കിലും ആശ്രമത്തിൽ പോയി താമസിച്ച് ആശ്രമത്തിൽ സേവ ചെയ്ത് ജീവിക്കുന്ന സന്യാസം നമ്മുടെ ഇവിടെയൊന്നും ചർച്ച ചെയ്യുന്നു. ഒരിടത്തും ചർച്ച ചെയ്യുന്നില്ല. അന്ന് സന്യാസത്തിന് ഇത്തരത്തിലുള്ള ആശ്രമമേ ഇല്ല. ഭാഷകാരൻ ചിലയിടത്തൊക്കെ പറയും എന്താണ് അന്നത്തെ ആശ്രമം എന്ന് പറയുന്നത് ഗിരിഗുഹാദി, ഗിരിഗുഹയിലും മറ്റുമാണ്. അല്ലാതെ സന്യാസി ഇതുപോലെ കൂട്ടമായി താമസിക്കുക, ആശ്രമത്തിൽ താമസിക്കുക, പരോപകാരം ചെയ്യുക, അതൊന്നും. അത് മാത്രമല്ല ഇവിടെ പറയുന്നുണ്ട് പരോപകാരം ചെയ്യാനേ പാടില്ല, അതും കൂടി പറയുന്നുണ്ട്.
കാരണം അതിന്റെ ആവശ്യമില്ല. കർമ്മത്തെ ഉപേക്ഷിച്ചു കഴിഞ്ഞാലും ശരീരസ്ഥിതിക്ക് വേണ്ടി ഭിക്ഷ കിട്ടും. പിന്നെന്തിനാ പരോപകാരം ചെയ്യാൻ പോകുന്നു? ഇത് കർമ്മം ചെയ്യാൻ ബാധ്യസ്ഥനായതുകൊണ്ടാണ് ഒരാൾ പരോപകാരം ചെയ്തത്. കർമ്മം ചെയ്തേ പറ്റൂ, എന്തിന്? ശരീരസ്ഥിതിക്ക് വേണ്ടി. അപ്പോൾ ആ കർമ്മം എങ്ങനെ ചെയ്യണം? നിസ്വാർത്ഥമായി ചെയ്യണം. അതാണ് ആ സന്യാസത്തിന്റെ ദൃഷ്ടിയിലുള്ള കർമ്മം. അല്ല, ഇതൊന്നും മനസ്സിലാക്കാതെ പരോപകാരം ചെയ്യുന്നവരുണ്ട്, അവരെ കുറിച്ചല്ല പറയുന്നു. ഈ പറയുന്ന ആത്മബോധമോ ഇതൊന്നും പരോപകാരം ചെയ്യുന്നതിന് വേണമെന്നില്ല. ആരെല്ലാം എന്തെല്ലാം സേവാപ്രവൃത്തികൾ ചെയ്യുന്നു, അവിടെ ഇതുമായിട്ട് ബന്ധമില്ല, ആത്മബോധമായിട്ടൊന്നും ബന്ധമില്ല. പക്ഷെ ഈ ആത്മബോധത്തെ ഉദ്ദേശിച്ച് ഒരാള് സന്യസിച്ചു കഴിഞ്ഞാൽ, അതാണ് ഇപ്പൊ പരോപകാരം ചെയ്യുന്നതിന് സന്യാസം തന്നെ വേണമെന്നില്ല. അങ്ങനെയില്ലാതെ എത്ര പേര് ചെയ്യുന്നു, മറ്റുള്ളവർക്ക് ഉപകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നു. ഇവിടെ മുഖ്യമായി വരുന്ന സന്യാസം. സന്യാസം എന്ന് പറയുന്നത് ഒന്നുകിൽ ഗൃഹസ്ഥാശ്രമം സ്വീകരിക്കാതിരിക്കുക, അല്ലെങ്കിൽ സ്വീകരിച്ച ഉപേക്ഷിക്കുക, രണ്ടും. അവിടെ ശരീരം നിലനിർത്തണമെങ്കിൽ ഭിക്ഷാടനം കൂടിയേ പറ്റൂ, വേറൊരു വഴിയില്ല. അതിനവസരമില്ലെങ്കിൽ പിന്നെ കർമ്മം ചെയ്യാൻ അയാൾ നിർബന്ധിതനാകും. ആശ്രമത്തിൽ എന്തെങ്കിലും സേവകൾ ചെയ്യുക. അതിനിഷ്ടമില്ലാത്തവരാണ് ആശ്രമത്തിൽ നിന്ന് ഓടിപ്പോകുന്നു. അങ്ങനെ സേവ ചെയ്യാൻ താല്പര്യമില്ല. എന്നാൽ ആശ്രമത്തിൽ നിന്ന് പുറത്തുപോയി ആശ്രമത്തിൽ നിൽക്കുമ്പോൾ സേവ ചെയ്യേണ്ടി വരും, ആശ്രമം വിട്ടുപോകാം എന്ന് വിചാരിക്കും. ആശ്രമം വിട്ട് അവിടെ പോവും, റോഡിലിറങ്ങി സേവ ചെയ്യാൻ പറ്റത്തില്ല, ജീവിക്കാനും പറ്റത്തില്ല. പിന്നെ വേറൊരു ആശ്രമത്തിൽ പോകും. പിന്നെ ആശ്രമം അന്വേഷിച്ച് കിടക്കും. കുറഞ്ഞ പണി ചെയ്യാൻ പറ്റിയ ആശ്രമം ഏതാണ്? മിനിമം വേജസ് അതെവിടെ? ജോലി കൂലി മാത്രമല്ല, അതന്വേഷിച്ച് കിടക്കും. എന്തായാലും ശരി, അതിന്റെ തലയിലെഴുത്ത് പോലെയാണ്. ചിലപ്പം പട പേടിച്ച് ചെന്നപ്പോൾ പന്തം കൊളുത്തി പടാന്ന് പറഞ്ഞ പോലെയാണ്. കർമ്മത്തെ ഭയന്ന് ഓടിക്കഴിഞ്ഞാൽ ചിലപ്പോൾ അതിനും വലിയ കർമ്മങ്ങൾ വന്നു ചേരും. അതൊന്നും തീരുമാനിക്കാൻ പറ്റത്തില്ല, എങ്ങനെയായിരിക്കും. ചിലപ്പോൾ അങ്ങനെ വന്നില്ലെന്നും വരാം. എന്തായാലും കർമ്മത്തെ സന്യാസിക്കും ഇന്നത്തെ കാലത്ത് ഒഴിവാക്കാൻ സാധ്യമല്ല. എന്തെങ്കിലും പ്രവൃത്തി കൂടിയേ തീരും. അപ്പോൾ അവിടെ തനിക്ക് വേണ്ടി ഒന്നും ചെയ്യാനില്ല, അപ്പോൾ മറ്റുള്ളവർക്ക് വേണ്ടി ചെയ്യുന്നു, പരോപകാരം, നിസ്വാർത്ഥ. എന്നിട്ട് അതിനെ പറയുന്നത് ഇത് കർമ്മയോഗമാണ് എന്ന് പറയുന്നു. അതാണ് സന്യാസിക്ക് കർമ്മയോഗം വന്നത്. ഭാഷ്യകാരൻ പറയുന്നതനുസരിച്ച് സന്യാസി കർമ്മയോഗമില്ല. ഗീതയും മറ്റും വ്യാഖ്യാനിക്കുമ്പോൾ നമ്മൾ സന്യാസി കർമ്മയോഗം പറഞ്ഞു. അത് നിങ്ങളെ സമാധാനിപ്പിക്കാൻ വേണ്ടി പറഞ്ഞത്, വേറെ വഴിയില്ല. പക്ഷെ ഭാഷ്യകാരന്റെ അഭിപ്രായത്തിൽ അതില്ല. സന്യാസിക്ക് ഭിക്ഷാടനം മാത്രമേ ഉള്ളൂ. നമ്മളെ കൊണ്ട് കഴിയുമോ കഴിയില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യം. പക്ഷെ സംഗതി എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കും, തത്വം എന്താണെന്ന് മനസ്സിലാക്കിയിരിക്കും. ചിലപ്പോൾ അത് നമുക്ക് സാധിച്ചെന്നിരിക്കില്ല. വേണ്ട, നമുക്ക് സാധിക്കുമെന്നുള്ള കാര്യം ചെയ്താൽ മതി. പക്ഷെ അതിന് നമ്മൾ ദുർവ്യാഖ്യാനം ചെയ്ത് മനസ്സിലാക്കരുത്. അതാണ് മുഖ്യമായിട്ടുള്ള കാര്യം. അടുത്ത ഭാഷ്യകാരൻ പറയുന്നു എന്താണ്? വിദിത്വ ജ്ഞാത്വ അയമഹമസ്മി പരം ബ്രഹ്മ സദാ സർവസംസാര വിനർമുക്തം നിത്യതൃപ്തം വിധി ബ്രാഹ്മണാഹ വിദ്ധായ ഭിക്ഷാചര്യം ചരന്തി എന്നാണ്. അവിടെ ഭാഷ്യകാരൻ ഒരു ചെറിയ പൊടിക്കൈ. കഴിഞ്ഞ ദിവസവും ഞാനത് മനഃപൂർവ്വം ഒഴിവാക്കിയതാണ്, വെറുതെ ഒരു വിവാദത്തിലേക്ക് പോകണ്ടെന്ന്. പക്ഷെ എത്ര ദിവസം ഒഴിവാക്കാൻ പറ്റും? ബ്രാഹ്മണാനാം ഏവ അധികാരോ വിധാനേ അതോ ബ്രാഹ്മണഗ്രഹണം. വിധാനം എന്ന് വെച്ചാൽ സന്യാസം. ബ്രാഹ്മണാനാം ഏവ അധികാരോ, ബ്രാഹ്മണന് മാത്രമേ അധികാരമുള്ളൂ. എന്തിന്? വിദ്യാൻ, സന്യാസത്തിൽ. അതോ ബ്രാഹ്മണഗ്രഹണം എന്നുവെച്ചാൽ ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ
ഇവർക്കാർക്കും അധികാരമില്ല. പിന്നെ സ്ത്രീയുടെ കാര്യം പറയാനുണ്ടോ? സ്ത്രീയുടെ കാര്യം അധോഗതിയാണ്. ബ്രാഹ്മണനാം ഏവ അധികാരം. എന്തിന്? സന്യാസത്തിന്. ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയണോ പറയണ്ടേ? ചിലർ പറയുന്നത് പാവം ശുദ്ധഗതിക്കാരനായ ശങ്കരാചാര്യർ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, ഇതിന്റെ ഇടയ്ക്ക് അവർ എഴുതി ചേർത്താണ് ബ്രാഹ്മണാനാം ഏവ അധികാരം എന്നുള്ളത്. ആദ്യം അവരെ കൈകാര്യം ചെയ്യാം. കാരണം ബ്രാഹ്മണാനാം ഏവ അധികാരം എന്ന് പറയത്തില്ല. കാരണം ശങ്കരാചാര്യ അദ്വൈതിയാണ്. അപ്പോൾ ശങ്കരാചാര്യർക്ക് അങ്ങനെ ഒരു ബ്രാഹ്മണ പക്ഷപാതിത്വം വരാൻ പാടില്ല. ആർക്ക് സന്യസിക്കും എന്നാണ്. എന്നുവെച്ചാൽ യോഗ്യതയുള്ള ആർക്ക്. ഇവിടെ പിന്നെ ഏവശബ്ദം എന്തിനു പ്രയോഗിച്ചു? അത് മറ്റാരും എഴുതി ചേർത്താണ്. ഇവിടെ ഇരിക്കുന്ന ആരും എന്തായാലും അത് പറയത്തില്ല, പുറമേ ഉള്ളവർ പറയും. അപ്പോൾ അത് എഴുതി ചേർത്താണെന്ന് പരിശോധിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? എന്താ വഴി? എന്തായാലും നമ്മളാരും ഒന്നില്ലായിരുന്നു, ഇത് എഴുതാനും മായ്ക്കാനും ഒന്നും നമ്മളാരും ഇല്ലായിരുന്നു, എഴുതിയതാരും കണ്ടവരുമില്ല. പിന്നെ ഒരേ ഒരു വഴി എന്ന് പറയുന്നത് ശിഷ്യന്മാരെന്ത് പറയുന്നു നോക്കുകയാണ്, വേറെ വഴിയൊന്നുമില്ല. ഇത് എഴുതി ചേർത്തതെന്ന് സ്വന്തം ശിഷ്യന്മാർ പറയണമെങ്കിൽ അവർക്കറിയാൻ പറ്റുമല്ലോ. നമുക്കും ഉറപ്പിക്കാം ഇത് എഴുതി ചേർത്താണ്. ആദ്യം പരിശോധിക്കേണ്ടത് സുരേശ്വരാചാര്യർ തന്നെ. സുരേശ്വരാചാര്യര് ഇതിന് 5 വാർത്തകൾ എഴുതിയിട്ടുണ്ട്. അതിവിടെ കൊടുത്തിട്ടില്ല, വരികൾ എനിക്ക് ഓർമ്മയില്ല, എൻ്റെ ആശയം മാത്രം പറയാം. അതിലാദ്യം പറയുന്നത് ബ്രാഹ്മണാനാം ഏവ എന്ന്. ഇവിടുത്തെ ബ്രാഹ്മണ ശബ്ദത്തിന്റെ അർത്ഥം എന്താണ്? അതാ പറയുന്നത്. കാരണം ഇവിടെ തന്നെ അവസാനം അധ ബ്രാഹ്മണ സബ്രാഹ്മണ കേനസ്യ, അവനെങ്ങനെയാ ബ്രാഹ്മണനാകുന്നത്? ഇവിടെ ബ്രാഹ്മണ ശബ്ദത്തിന്റെ അർത്ഥം ബ്രഹ്മജ്ഞാനി എന്നാണ്. അവസാനം വന്നപ്പോൾ ഭാഷ്യകാരൻ തന്നെ ബ്രഹ്മജ്ഞാനി എന്ന് വ്യാഖ്യാനിക്കുന്നുണ്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇത് സന്യാസത്തിന്റെ അധികാരികളാരെന്നുള്ള നിരൂപണത്തിലേക്ക് ബ്രാഹ്മണ ശബ്ദത്തെ കൊണ്ടുപോയി. ഇത് ശരിയല്ല. ഇനി ഇവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ജാതി ബ്രാഹ്മണൻ എടുക്കുകയാണെങ്കിലും ഈ വ്യാഖ്യാനം ശരിയല്ല. സുരേശ്വരാചാര്യർ പറയുന്നു. എന്തുകൊണ്ട്? ബ്രാഹ്മണ ക്ഷത്രിയ വൈശ്യോവ, ബ്രാഹ്മണനോ ക്ഷത്രിയനോ വൈശ്യനോ ആരോ ആയിക്കൊള്ളട്ടെ സന്യസിക്കാം എന്നാ പറഞ്ഞിരിക്കുന്നു. അങ്ങനെ പറഞ്ഞിരിക്കുക ഏവശബ്ദം പ്രയോഗിച്ചാൽ മറ്റുള്ളതിനെ ഒഴിവാക്കാൻ വേണ്ടിയാണ്. അന്യയോഗ വിവച്ഛേദമാണ് ഏവശബ്ദത്തിന്റെ അർത്ഥം. മറ്റാരും സന്യസിക്കാൻ പാടില്ല. ഒരുവൻ സന്യസിക്കണമെങ്കിൽ അവൻ ബ്രാഹ്മണ ജാതിയിൽ തന്നെ പറഞ്ഞിരിക്കണം എന്ന് നിയമം ഉണ്ടാക്കിയത് ശ്രുതിക്ക് വിരുദ്ധമാണ്. അതുകൊണ്ട് ഇത് ശരിയല്ല. ഇനി ബ്രാഹ്മണ ശബ്ദം കൊണ്ട് ജ്ഞാനി എന്നുള്ള അർത്ഥമാണ് എടുക്കുകയാണെങ്കിൽ ഏവശബ്ദം പ്രയോഗിച്ച ശരിയല്ല. എന്തുകൊണ്ട്? ബ്രഹ്മജ്ഞാനം ആത്മബോധത്തിൽ സന്യാസം സ്വയം സംഭവിക്കും. അവിടെ പിന്നെ ബ്രാഹ്മണനാം ഏവ എന്ന് പറയേണ്ട കാര്യം എന്തോന്നു? അതാണല്ലോ വിദ്യുത് സന്യാസം എന്ന് പറയുന്നത്. ആ രീതിയിലായാലും ശരി ഇവിടെ ബ്രാഹ്മണനാം ഏവ എന്ന് പറഞ്ഞ് തെറ്റാണ്, അത് ശരിയല്ല. പിന്നെ അടുത്ത് ചോദിക്കുന്നത്, ഒരുവന് തത്വബോധം ഉണ്ടായാൽ അതിപ്പോ ആപാതജ്ഞാനമായാലും ശരി, അവന് മനസ്സിലാകുന്നു ഈ ജ്ഞാനം എനിക്ക് സ്വായത്തമാകണമെങ്കിൽ സന്യസിച്ചേ പറ്റൂ. ഇനി വേറൊരാൾക്ക് ആ ജ്ഞാനം പൂർണ്ണമായി സന്യാസം അയാൾ സംഭവിച്ചു. ഏത് രീതിയിലായാലും ശരി ഒരാൾക്ക് ആ ജ്ഞാനം ഉണ്ടായാൽ സന്യാസം സംഭവിക്കണമെന്നാണ് ഭാഷ്യകാരൻ തന്നെ പറയുന്നത്. അത് കൂടിയേ തീരും. ഭാഷ്യകാരൻ എത്രയോ സ്ഥലത്ത് പറഞ്ഞു ജ്ഞാനവും കർമ്മവും തമ്മിൽ യോജിക്കത്തില്ല. ഇതിന്റെ വിരോധം എന്ന് പറയുന്നത് പർവ്വതവത് അകമ്പ്യ, ഇതൊരു തരത്തിൽ യോജിക്കാത്ത കാര്യമാണ്. അങ്ങനെയാണെങ്കിൽ തത്വജ്ഞാനം ഉണ്ടാകുന്നവന്
അത് ഏത് ജ്ഞാനമായാലും ശരി സന്യാസം സംഭവിച്ചു തന്നെ തീരണം. പിന്നെ എന്തിന് ബ്രാഹ്മണാനാം ഏവ എന്ന് പറഞ്ഞത്? അവിടെ പറയുന്നു, ഈ പറഞ്ഞിരിക്കുന്ന ബലാത് പറഞ്ഞിരിക്കുകയാണ്, എന്നുവെച്ചാൽ മനഃപൂർവ്വം പറഞ്ഞിരിക്കുകയാണ്. അത് ശരിയാണെന്നോ തെറ്റാണെന്നോ പറയുന്നില്ല, ഒരു വാക്ക് അവിടെ ഉപയോഗിച്ചിട്ടുണ്ട്. എന്താണോ ഈ പറഞ്ഞത്? മനഃപൂർവ്വമാണ്, ബലാത്. അപ്പോൾ ശങ്കരാചാര്യൻ അവിടെ ജാതി പക്ഷപാതം പറഞ്ഞത് ഇത് ശിഷ്യൻ തിരുത്തിയിരിക്കുന്നു, ഇത് ശരിയല്ല ഇങ്ങനെ പറഞ്ഞത്. ബലാത്ത് എന്നുള്ള ശബ്ദം തന്നെ നിങ്ങൾ വാർത്ത കൊടുത്ത് വായിച്ചു നോക്കുക. ഞാൻ ഈ കാര്യത്തിൽ കള്ളം പറയത്തില്ല, വേറെ ചില കാര്യങ്ങൾ ചിലപ്പോൾ പറഞ്ഞിരിക്കും, ഇതിലെന്തായാലും പറയത്തില്ല. സ്പഷ്ടമായും പറഞ്ഞിരിക്കുന്നു, ഇത് ഭാഷ്യകാരൻ മനഃപൂർവ്വം ഹഠാത്ത് എന്ന് വെച്ചാൽ സ്വന്തം ഇച്ഛപ്രകാരം സ്വയം ചെയ്തതാണ്. ഇത് സുരേശ്വരാചാര്യൻ എന്ന് പറയുന്നത് സ്വന്തം ശിഷ്യനെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആളാണ്. അന്ത് അങ്ങനെ വന്നു? രണ്ടുപേരുടെയും രണ്ട് കാഴ്ചപ്പാട്. ഭാഷ്യകാരന്റെ കാഴ്ചപ്പാടൊന്നും സുരേശ്വരാചാര്യന്റെ കാഴ്ചപ്പാടൊന്ന്. അദ്വൈതത്തിൽ ഇത് രണ്ടും വരാം. അത് നമ്മൾ നേരത്തെ ചർച്ച ചെയ്തതാണ്. ഭേദകൃതോ മിഥ്യാവ്യവഹാരം എന്നിടത്ത് നമ്മളത് ചർച്ച ചെയ്തതാണ്. ഗുരുവിന്റെ കാഴ്ചപ്പാടൊന്ന്, ശിഷ്യന്റെ കാഴ്ചപ്പാടൊന്ന്. അപ്പോൾ ഇവിടെ എന്താണ് ഭാഷ്യകാരൻ പറഞ്ഞ ബ്രാഹ്മണാനാം ഏവ എന്ന് പറഞ്ഞതിനെ ന്യായീകരിക്കാനല്ല ശിഷ്യൻ ശ്രമിച്ചത്, മറിച്ച് അത് തെറ്റാണെന്ന് പറയാനാണ്. അപ്പോൾ പറയുന്നുണ്ടല്ലോ, ഇതാരും എഴുതി ചേർത്താണ്. എഴുതി ചേർത്തെന്ന് വെച്ചാൽ ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിട്ടില്ല. ബ്രാഹ്മണാനാം ഏവ എന്ന് പറഞ്ഞിട്ടില്ല. ആർക്ക് സന്യസിക്കാമെന്നുള്ളതാണ് ശങ്കരാചാര്യന്റെ അഭിപ്രായമെങ്കിൽ ശിഷ്യൻ എന്തിനങ്ങനെ പറഞ്ഞു? അപ്പൊ ശിഷ്യൻ എങ്ങനെയായിരിക്കണം അവിടെ എഴുതേണ്ടത്? ഇതാ ബ്രാഹ്മണാനാം ഏവ എന്ന് പറഞ്ഞത് ഭാഷ്യകാരൻ എഴുതിയതല്ല, അത് ഭാഷ്യകാരൻ എഴുതിയല്ല, വേറെ ആരും എഴുതി ചേർത്താണെന്നല്ലേ പറയേണ്ടത്. ഇനി ശിഷ്യൻ പറഞ്ഞ് പ്രക്ഷിപ്തമാകും, അതൊരിക്കലും ആകത്തില്ല. എന്തുകൊണ്ട്? ശിഷ്യൻ ഭാഷ്യകാരനെ നിഷേധിക്കുകയാണ്. നിഷേധിക്കുന്നതെങ്ങനെയാണ് ഒരാൾ കൂട്ടിച്ചേർക്കുന്നു? ശങ്കരാചാര്യരെ വിമർശിക്കുന്നതെന്ന് പ്രക്ഷിപ്തമായ ആരെങ്കിലും കൂട്ടിച്ചേർക്കും? കാരണം ശങ്കരാചാര്യ സമദർശിയെന്ന് അല്ല, ജാതിപക്ഷപാതിയെന്ന് വരുത്താൻ ശ്രമിക്കുന്ന ആള് ബ്രാഹ്മണാനാം ഏവ എന്ന് പറയുന്ന ഏതോ ഒരാൾ, ബ്രാഹ്മണ പക്ഷപാതമുള്ള ഒരാൾ, ഇതെഴുതി ചേർത്തയാള് അതിനെ വിമർശിക്കുന്ന ഒരു ഭാഗം എഴുതി ചേർക്കുമോ? ഇല്ലല്ലോ. അതിനെ സാധൂകരിക്കുന്ന ഭാഗമായിരിക്കും എഴുതി ചേർക്കുന്നത്. അത് ശരിയാണെന്ന് സുരേശ്വരാചാര്യർ വ്യാഖ്യാനിക്കുന്നതായിരിക്കും എഴുതി ചേർക്കുന്നത്. അത് പ്രക്ഷിപ്തമാണെങ്കിൽ എന്തായിരിക്കും അവിടെ പറയുന്നത്? ബ്രാഹ്മണനാമേവ എന്ന് പറഞ്ഞത് ശരിയാണ്, ഭാഷകാരൻ സത്യമാണ് പറഞ്ഞിരിക്കുന്നത്, അതിന് ശ്രുതി പ്രമാണമില്ല, മറ്റുള്ളവർ സന്യസിക്കാൻ പാടില്ല എന്നൊക്കെ വ്യാഖ്യാനിച്ചനെ. അപ്പോൾ സുരേശ്വരാചാര്യർ പറഞ്ഞത് പ്രക്ഷിപ്തമെന്ന് സാമാന്യ ബുദ്ധിയുള്ള ഒരാൾക്ക് സ്വീകരിക്കാൻ പറ്റില്ല. കാരണം ഭാഷ്യകാരനെ വിമർശിക്കുന്നു, ഇതിനെ അംഗീകരിച്ചു. എങ്ങനെ? ഇത് പ്രക്ഷിപ്തമല്ല. പ്രക്ഷിപ്തം എന്ന് വെച്ചാൽ കൂട്ടിച്ചേർത്തത്. അതുകൊണ്ട് ഇത് ഭാഷ്യകാരന്റെ കാഴ്ചപ്പാട് തന്നെയാണ്. ഈ സുരേശ്വരാചാര്യരുടെ വാർത്തികം പോലെ തന്നെ പ്രസിദ്ധമാണ് വാർത്തിക സാരം. ഇനി ഇത് മാത്രമല്ല, വാർത്തികം മാത്രമല്ല, ഇതിന് ആനന്ദഗിരിയുടെ വ്യാഖ്യാനമുണ്ട്. ആനന്ദഗിരിയുടെ വ്യാഖ്യാനത്തിലും ഇതിനെ അംഗീകരിച്ചുകൊണ്ട് തന്നെ വ്യാഖ്യാനിക്കുന്ന ഭാഷ്യത്തെ. ഇനി സുരേശ്വരാചാര്യർക്ക് വിട്ടുപോയതാണെങ്കിൽ ആനന്ദഗിരി തിരുത്തേണ്ടായിരുന്നു. ഭാഷ്യകാരൻ അങ്ങനെ പറഞ്ഞിട്ടില്ല, തിരുത്തിയിട്ടില്ല. ഇനി അതിന്റെ വ്യാഖ്യാനങ്ങളുണ്ട്. എന്റെ മുമ്പിരിക്കുന്ന പുസ്തകത്തിൽ തന്നെ 4 വ്യാഖ്യാനങ്ങളുണ്ട്. 5 പേരെഴുതിയ 4 വ്യാഖ്യാനം. 2 വ്യാഖ്യാനം, ഒരു വ്യാഖ്യാനം 2 പേര് കൂടി ചേർന്ന് എഴുതി. അപ്പോൾ ഇത്രയും പേരും ഇതിലാരും തന്നെ പറയുന്നില്ല ഇത് പ്രക്ഷിപ്തമാണ് കൂട്ടിച്ചേർത്തതെന്ന്. പിന്നെ ഇതാരാ പറയുന്നത്? ഇതിനെക്കുറിച്ച് യാതൊരു വിവരമില്ലാത്ത ആൾക്കാർ. ഭാഷയും എന്തെന്നറിയില്ല, വാർത്തികം എന്തെന്നറിയില്ല, ആനന്ദഗിരി എന്ത് പറഞ്ഞെന്നറിയത്തില്ല, ഈ സമ്പ്രദായം എന്തെന്നറിയത്തില്ല, ഇത് മനസ്സിലാക്കിയിട്ടില്ല. അങ്ങനെ പറയുന്നവര്, അങ്ങനെയുള്ള ആൾക്കാരാണിത് പറയുന്നത് ഇത് പ്രക്ഷിപ്തമാണ്. അത് പമ്പരവിഡ്ഢിത്തം എന്ന് പറഞ്ഞ് ഉപേക്ഷിക്കേണ്ട കാര്യങ്ങളാണ്.
അല്ലെങ്കിൽ ഇവരാരെങ്കിലും പറയണം. ആ ഗുരു പരമ്പരയിലാണ് ഇത് പറയേണ്ടത്. ഞങ്ങളുടെ ഗുരുവിന്റെ കാഴ്ചപ്പാട് ഇതാണ്. എന്തിന് പോട്ടെ, ഇതൊക്കെ ഏതോ കാലം മുമ്പ് എഴുതിയത്. ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏതെങ്കിലും ഒരു ശങ്കരാചാര്യരെ കൊണ്ട് പറയിക്കാമോ ഇത് പ്രക്ഷിപ്തമാണെന്ന്? പറയാൻ ധൈര്യപ്പെടത്തില്ല. ശങ്കര പരമ്പരയിലുള്ള ഓരോ ആചാര്യനും പ്രക്ഷിപ്തമാണെന്ന് പറയത്തില്ല. അപ്പോൾ അത് ശങ്കരാചാര്യ എഴുതി തന്നെ. ഇത്രയും പേര് കഴിഞ്ഞു. ഇനി ഇതുപോലെ പ്രസിദ്ധമാണ് വിദ്യാരണ്യ സ്വാമിയുടെ വാർത്തികസാരം. ഇതിന്റെ ചർച്ചയിൽ പലപ്പോഴും ഞാനത് പരാമർശിക്കുന്നതാണ്. അത് പറയാറില്ലെന്നേ ഉള്ളൂ. പല കാര്യങ്ങളിലും വ്യക്തതയ്ക്ക് വേണ്ടി ആശ്രയിക്കാവുന്നുള്ള ഒന്നാണ്. പക്ഷേ സുരേശ്വരാചാര്യരുടെ വാർത്തികവും വിദ്യാരണ്യസ്വാമിയുടെ വാർത്തിക സാരവും തമ്മിലൊരു ചെറിയ വ്യത്യാസമുണ്ട്. സുരേശ്വരാചാര്യർ സമാധിപക്ഷവാദിയല്ല, സമാധിക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. വിദ്യാരണ്യസ്വാമികൾ സമാധിക്ക് പ്രാധാന്യം കൊടുക്കുന്നു. ഈ രണ്ട് വ്യത്യാസവും ഒഴിവാക്കി കഴിഞ്ഞാൽ, എന്നുവെച്ചാൽ സമാധി ആകാം എന്നുള്ള പക്ഷക്കാരന്, ഇത് ഭാഷ്യവാർത്തികത്തിനനുസരിച്ചാണ് പോകുന്നു. അവർക്കെന്തെങ്കിലും ആശയ വ്യത്യാസമുണ്ടെങ്കിൽ അത് തുറന്നു പറയും. ഇന്നതാണ്, എന്റെ അഭിപ്രായം ഇന്നതാണ് എന്ന് പറയും. അതാണ് ആചാര്യന്മാരുടെ മഹത്വം. ഇവിടെ വിദ്യാരണ്യസ്വാമിയും ഭാഷ്യകാരനെ ചോദ്യം ചെയ്യുന്നുണ്ട്. ഇവിടെ ഭാഷ്യകാരൻ ബ്രാഹ്മണനാം ഏവ എന്ന് പറഞ്ഞ ഭാഷ്യകാരൻ ബ്രഹ്മസൂത്ര ഭാഷ്യം മറന്നുപോയോ എന്നാണ് ചോദിക്കുന്നത്. കാരണം ബ്രഹ്മസൂത്ര ഭാഷ്യത്തിന്റെ അപശൂദ്രാധികരണത്തിൽ അതിന്റെ അവസാന ഭാഗത്ത് ഭാഷ്യകാരൻ പറയുന്നുണ്ട്, വിതുരൻ, ഗാർഗി, വാചക്നവി ഇങ്ങനെയുള്ള സ്ത്രീകളും ശൂദ്രനും തത്വജ്ഞാനികളായി പറയുന്നുണ്ട്. സ്ത്രീക്കും ശൂദ്രനും തത്വജ്ഞാനം ഉണ്ടാകാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഒരു തത്വജ്ഞാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞാൽ ഇവർക്ക് തത്വജ്ഞാനം ഉണ്ടാകാമെങ്കിൽ, തത്വജ്ഞാനം ഉണ്ടായാൽ തീർച്ചയായിട്ടും ഫലരൂപത്തിലുള്ള സന്യാസം എന്തായാലും സംഭവിക്കണമല്ലോ. അതാണ് ഇവിടെ വാർത്തികാരൻ പറയുന്നത്. സന്യാസം ആർക്കും ഉണ്ടായിക്കോട്ടെ, അതിനെന്തിനാ വിഷമിക്കുന്നത്? തത്വജ്ഞാനം ഒരാൾക്കുണ്ടാകാമെങ്കിൽ സന്യാസം സംഭവിക്കും. അത് സ്വാഭാവികമാണ്. അപ്പോൾ അവിടെ തത്വജ്ഞാനത്തെ സ്ത്രീക്കും ശൂദ്രനും അംഗീകരിക്കാമെങ്കിൽ ഇവിടെ എന്തിനാണ് നിഷേധിക്കുന്നത്? അവിടെയും പറഞ്ഞു ശൂദ്രന്. അപ്പൊ ശൂദ്രാധികരണത്തിൽ വേറൊരു തരത്തിൽ സ്ത്രീയും ശൂദ്രനെയും താഴ്ത്തിക്കെട്ടിയതിന് ശേഷമാണ് അവസാനം വാദപ്രതിവാദത്തിന്റെ ഒടുവിൽ തത്വജ്ഞാനമാകാമെന്ന് പറഞ്ഞു. വേദ അധ്യയന പൂർവകമായ ജ്ഞാനം പാടില്ല, പക്ഷെ പുരാണ ഇതിഹാസങ്ങളിൽ നിന്നും മറ്റും ജ്ഞാനം ഉണ്ടാകാം. ഇത്രയും അംഗീകരിച്ചവിടെ വളരെ പ്രയാസപ്പെട്ടു. ഏത് തരത്തിൽ ജ്ഞാനം ഉണ്ടായാലും ശരി, ജ്ഞാനത്തെ തുടർന്ന് സന്യാസം സംഭവിക്കും. അത് മാത്രമല്ല, ഇവിടെ പറഞ്ഞു എന്താണ് ജ്ഞാനം സന്യാസ സ്വരൂപം തന്നെയാണ്, അല്ലെങ്കിൽ സന്യാസം ജ്ഞാനസ്വരൂപം തന്നെയാണ്. മറിച്ച് സന്യാസം ജ്ഞാനത്തിന് കാരണവുമാണ്. വിവിധ സന്യാസം ഇപ്പൊ രണ്ടു തരത്തിലായാലും ശരി, ഒരാൾക്ക് ഇവിടെ പറഞ്ഞ ആപാതജ്ഞാനം എന്ന് പറയും. സാമാന്യമായി ജ്ഞാനം ഉണ്ടായി, അതിന്റെ ഉപായം എന്നുള്ള നിലയ്ക്ക് ഒരു ജ്ഞാനം ഉണ്ടാകുന്ന ഒരാൾ സ്വാഭാവികമായിട്ടും സന്യാസത്തെ സാധനയായി സ്വീകരിക്കും. അതിനാർക്ക് തടയാൻ പറ്റും? ശങ്കരാചാര്യ വിചാരിച്ചാൽ തടയാൻ പറ്റും. അർത്ഥാത് നേരിട്ട് പറഞ്ഞില്ലെങ്കിലും അവിടെ സന്യാസമാകാമെന്ന് അവിടെ പറയുന്നില്ല, സന്യാസം അവിടെ ചർച്ച ചെയ്യുമല്ല. ശൂദ്രാദികളിൽ സന്യാസത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നില്ല, ജ്ഞാനത്തെക്കുറിച്ചും അധികാരത്തെക്കുറിച്ച് ചർച്ച ചെയ്യുന്നു. പക്ഷെ അവിടെ ജ്ഞാനത്തെ അംഗീകരിച്ചു കഴിഞ്ഞപ്പോൾ അർത്ഥാത് സ്ത്രീക്കും ശൂദ്രനും രണ്ടു കൂട്ടർക്കും അവിടെ രണ്ടു തരത്തിലുള്ള സന്യാസം സ്വീകരിക്കാമെന്ന് വരുന്നു. കാരണം ഒരാൾക്ക് ജ്ഞാനം ഉണ്ടായി, സാമാന്യ ജ്ഞാനം ഉണ്ടായ ആൾ പറയുന്നു ഇനി സന്യാസത്തോടുകൂടി ശ്രവണമനനങ്ങൾ ചെയ്യാം. ആർക്ക് തടയാൻ പറ്റും? അതിന് തടയാൻ എന്താ നിയമം? എന്തടിസ്ഥാനത്തെ തടയുന്നു? ഇനി ഒരാൾക്ക് ജ്ഞാനം പൂർണ്ണമായി, അവിടെ ഈ സന്യാസം തന്നെ. അതുകൊണ്ട് ഈ നിയമം ഇവിടെ പറഞ്ഞത്, ബ്രാഹ്മണനാം ഏവ എന്ന് പറഞ്ഞത് അവിടെ ചർച്ച ചെയ്തതിന്റെ ആ താല്പര്യത്തെ എടുക്കാത്തതാണ്. അവിടെ സന്യാസം ചർച്ച ചെയ്തില്ലെങ്കിലും
അർത്ഥാത് അവിടെ സ്ത്രീക്കും ശൂദ്രനും സന്യാസത്തെ അംഗീകരിക്കുന്നു. അതുമാത്രമല്ല വേറൊരു നിയമം കൂടി പറയുന്നുണ്ട്. വൈദിക കർമ്മങ്ങൾക്ക് ചെയ്യുന്നതിന് യോഗ്യതകളെക്കുറിച്ച് പറയുമ്പോൾ അവിടെ പറയുന്നതാണ് കാണൻ, അന്ധൻ, കുബ്ജൻ, ഒരു കണ്ണ് കാണാൻ മറ്റേ കാണാൻ കാഴ്ചയില്ല, രണ്ട് കണ്ണും കാണാൻ വയ്യ, മുടന്ത്, പോളിയൊക്കെ ബാധിച്ച് മുടന്ത് വന്നു, ഇങ്ങനെയുള്ളവർക്കൊന്നും കർമ്മങ്ങൾ ചെയ്യാൻ പറ്റില്ല. കാരണം അവിടെ മുമ്പും വന്നിട്ടുണ്ട്. ചിലത് കാണാനുണ്ട്, കണ്ട് കാണേണ്ടത് കാണാതെ എങ്ങനെ ചെയ്യാൻ പറ്റും? കണ്ണില്ലാത്തവ എങ്ങനെ ചെയ്യും? പിന്നെ എഴുന്നേറ്റ് നടക്കാൻ വയ്യ, നിരങ്ങാനേ പറ്റും. അയാളെങ്ങനെയാ പരിക്രമം ചെയ്യുന്നു? അതൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പം അങ്ങനെയുള്ളവർക്ക് കർമ്മത്തിന് അധികാരമില്ല. പക്ഷെ അവരോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? സന്യാസം വിധിച്ചിരിക്കുന്നു. അവർക്ക് സന്യാസമാണ് എന്ന് പറഞ്ഞിരിക്കുന്നു. കർമ്മത്തിന് അധികാരമില്ലെന്ന് പറഞ്ഞാൽ ഫലത്തിൽ അവർക്ക് കർമ്മസന്യാസം സിദ്ധിക്കുന്നു എന്ന് പറഞ്ഞാൽ കർമ്മത്തിന് അധികാരമില്ലാത്തവർക്കും കർമ്മസന്യാസം സിദ്ധിച്ചിരിക്കുന്നുവെങ്കിൽ ഇവിടെ ചോദിക്കുന്നത് സന്യാസത്തിന് ആർക്കും അവകാശമില്ലാത്ത മീമാംസയുടെ ആ യുക്തി അനുസരിച്ചാണെങ്കിൽ അവിടെ ഇതാ എടുക്കുന്നത്. കർമ്മത്തിന് അധികാരമില്ലാത്തവന് കർമ്മസന്യാസം. അങ്ങനെയാണെങ്കിൽ സന്യാസത്തിന് ആർക്കും അത് അവകാശമുണ്ട്. അതിന് നിയമം കൊണ്ടുവരാൻ പറ്റില്ല. ഇത്രയും ബുദ്ധിമാനായ ശങ്കരാചാര്യർക്ക് ഇതൊന്നും അറിയില്ലേ? അവശൂദ്രാധികരണം മറന്നുപോയി. അവിടെ സന്യാസം ചർച്ച ചെയ്തെല്ലാം ശരി, ഈ മീമാംസാ നിയമങ്ങളെല്ലാം മറന്നുപോയോ? ഈ വിവിധ സന്യാസവും വിദ്വത് സന്യാസത്തിന്റെയും ക്രമങ്ങളെല്ലാം എന്താ ഓർത്തില്ലേ? പിന്നെ എന്തിനാ ഇവിടെ ഏവശബ്ദം പ്രയോഗിച്ചത്? അതുകൊണ്ട് ഈ ഏവശബ്ദം ഇവിടെ പ്രയോഗിച്ചിരിക്കുന്ന അസംബന്ധമാണ്. അത് വിദ്യാരണ്യ സ്വാമി പറയുന്നു. വിദ്യാരണ്യ സ്വാമിയുടെ വാർത്തിക സാരത്തിനുള്ള വ്യാഖ്യാനമുണ്ട്, അവിടെ അത് പറയുന്നു. അതുകൊണ്ട് ഇവിടെയും ഭാഷ്യകാരൻ ഈ വ്യാഖ്യാനം ശരിയല്ല. ബ്രാഹ്മണാനാം ഏവ എന്നുള്ള വ്യാഖ്യാനം ശരിയല്ലെന്നാണ്. സ്വന്തം ശിഷ്യന്മാരും ആ പരമ്പരയിലുള്ള വിദ്യാരണ്യ സ്വാമി സ്വന്തം ശിഷ്യനല്ല, പിൽക്കാലത്ത് വന്നയാളാണ്. പക്ഷെ ആ പരമ്പരയിൽ ഏറ്റവും പ്രഗത്ഭനായ ആചാര്യനാണ് അദ്ദേഹം ഉൾപ്പെടെയുള്ളവർ പറയുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇന്നത്തെ ശങ്കരാചാര്യന്മാർ പോലും പറയത്തില്ല ഇത് ശരിയല്ല. അത് വേറെ കാര്യം. അന്നുള്ളവരിതൊക്കെ പറഞ്ഞത് അറിയാമെങ്കിൽ കൂടി അവർ പറയത്തില്ല. അവർ പറയും സുരേശ്വരാചാര്യർ പറഞ്ഞതാണ് തെറ്റ്. അതുകൊണ്ടാണ് ശങ്കരാചാര്യന്മാർ ശങ്കരമഠത്തിൽ ബ്രാഹ്മണ ജാതിയിൽ പിറന്നവന് മാത്രമേ സന്യാസം കൊടുക്കത്തുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വിദ്യാരണ്യ സ്വാമി ഒരു ശങ്കരാചാര്യരായിരുന്ന ആളെന്നൊക്കെയാണ് പറയുന്നത്. ആയിരിക്കാനല്ലായിരിക്കും. സുരേശ്വരാചാര്യനും ശങ്കരാചാര്യായിരുന്ന ആളെന്നാണ് പറയുന്നത്. പക്ഷെ ഇന്നും ശങ്കര പരമ്പരയിൽ ശങ്കരമഠത്തിൽ സന്യാസ അയാളുടെ യോഗ്യത ആദ്യം നോക്കുന്നു. അയാൾ ബ്രാഹ്മണ കുലത്തിൽ പിറന്നവനാണ് എന്ന് നോക്കും. അതാണെങ്കിൽ മാത്രമേ സന്യാസം കൊടുക്കത്തുള്ളൂ, ഈ പറയുന്ന വിവിധ സന്യാസം. അല്ലെങ്കിൽ അവന് ജ്ഞാനമുണ്ടെങ്കിൽ അവൻ സന്യാസത്തിന് അർഹനല്ല എന്നാ പറയുന്നു. ഇത് ഈ പരമ്പരയ്ക്ക് വിരുദ്ധമായ കാര്യമാണ്. ഈ പരമ്പരയിലെ ശങ്കരാചാര്യ പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട്, പക്ഷെ ആ പരമ്പരയിലെ ആചാര്യന്മാർ പറഞ്ഞതിന് വിരുദ്ധമാണ്. പക്ഷെ ഇന്നുള്ള ശങ്കരാചാര്യന്മാരും ആ പരമ്പരയിലുള്ള ഇങ്ങനെയുള്ള ഉത്പതിഷ്ണുക്കളായ ആചാര്യന്മാരുടെ അഭിപ്രായത്തെ തള്ളിക്കളഞ്ഞിട്ട് ശങ്കരാചാര്യന്റെ അതിനെ മാത്രം പിന്തുടരുന്നവരാണ്. ഞാനിത് വ്യക്തമായും തെളിച്ചും പറയുന്നതിന് ഒരു പ്രധാന കാരണം, ചിലർ ചോദിക്കും എനിക്കെന്താ ഇവരോട് വല്ല വിരോധമുണ്ടോ? ചിലർ എന്നോട് ഈ അടുത്ത കാലത്ത് ഒരാൾ ചോദിച്ചു, സ്വാമി വടക്കേ ഇന്ത്യയിലൊക്കെ പോയപ്പോൾ ഇങ്ങനെ ആരെങ്കിലും ശങ്കരാചാര്യന്മാരാരെങ്കിലും സ്വാമിയെ തല്ലിയോ എന്ന് ചോദിച്ചൊരാൾ. ഇത്രയും വലിയ ഇത് പറയാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല. സംഗതി ഇതൊക്കെ ശരി തന്നെയാണ്. കാരണം ഞാനിവിടുന്ന് പോകുന്നതിന് മുമ്പ് തന്നെ ഇതൊക്കെ ശരിക്കും മനസ്സിലാക്കിയിട്ടാണ് പോയത്. വടക്കേ ഇന്ത്യയിൽ ചെന്നു കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളുണ്ടാവും. അതുകൊണ്ട് ഞാൻ പോകുന്ന മുമ്പ് തന്നെ പെയിന്റ് അടിച്ചിട്ടാണ് പോയത്. അതുകൊണ്ട് അവിടെ ചെന്നപ്പം വലിയ ചോദ്യങ്ങളും, പിന്നെ
ചില സ്ഥലങ്ങളിലൊക്കെ ഇതിന്റെ പേരിലുള്ള വിവേചനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് വാസ്തവത്തിൽ ഉണ്ടായിട്ടില്ല. ഇതിന്റെ പേരിൽ ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല, എനിക്കുണ്ടായിട്ടില്ല. മറിച്ച് ഇതിന്റെയൊക്കെ എന്തെങ്കിലും നേട്ടങ്ങളുണ്ടെങ്കിൽ അതുകൂടെ അനുഭവിച്ച ആളാണ് ഞാൻ. അതുകൂടെ പറയാം. അല്ലാതെ ഇതുകൊണ്ട് ഒരു ബുദ്ധിമുട്ട് എനിക്കുണ്ടായിട്ടില്ല. പക്ഷെ ഓരോ സ്ഥലങ്ങളിൽ ചിലപ്പോൾ ശ്രദ്ധിക്കും. അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ മാറിയിരിക്കും. അവിടെ ഒരു പ്രശ്നം ഉണ്ടാകാത്ത ഒരു സ്ഥലത്ത് ചിലപ്പോൾ പറയും, ഇവിടെ ബ്രാഹ്മണന് മാത്രമേ പഠിക്കാൻ പാടുള്ളൂ. ശരി, ബ്രാഹ്മണർ മാത്രം പഠിച്ചാൽ മതി. പിന്നെ നമ്മളവിടെ ചെന്നിട്ട് അവിടെ എത്രയോ പേര് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ ചെന്നിട്ട് ബ്രാഹ്മണനാണെന്ന് തെളിയിച്ചിട്ട് അവിടെ പോയി പഠിക്കുന്നു. അത് വേറെ കാര്യം. ഞാനതിനൊന്നും പോയിട്ടില്ല. അപ്പോൾ ശരി, എന്നാ വേണ്ട. അല്ലാതെ തന്നെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ഇത് പഠിക്കുന്നതിനും എന്നുള്ള അവസരം എനിക്കുണ്ടായിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് അത്തരത്തിലുള്ള എന്തെങ്കിലും ബുദ്ധിമുട്ട് ഒരു തരത്തിലും ഉണ്ടായിട്ടോ. ഈ വിവേചനങ്ങൾ കണ്ടിട്ടുണ്ട്, കാണുമ്പോൾ ദുഃഖവും തോന്നിയിട്ടില്ല. കാരണം നേരത്തെ ഇതറിയാം, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അറിയുന്നതുകൊണ്ട് എന്നെ ഇതൊരിക്കലും അലോ ഇപ്പോഴും ഇല്ല, അന്നും ഉണ്ടായിട്ടില്ല. നമുക്കറിയാവുന്ന ഒരു കാര്യമാണെങ്കിൽ പിന്നെ അതിൽ ബുദ്ധിമുട്ടേണ്ട കാര്യമില്ലല്ലോ. ഇതൊക്കെ ഇന്നും നടന്നു വരുന്നു. അപ്പം അതുകൊണ്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രയാസം എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ ഉണ്ടായിട്ടോ ഒന്നുമല്ല ഞാൻ പറയുന്നു. കാര്യങ്ങൾ, വസ്തുതകൾ മനസ്സിലാക്കിയിരിക്കുന്നു. അപ്രധാനമായ ഒരു കാര്യം ഇന്നും ആൾക്കാർ വിശ്വസിക്കുന്നത് തിരിച്ചാണ്. ശങ്കരാചാര്യർ ഇങ്ങനെയൊന്നും എഴുതിയിട്ടില്ല, പറഞ്ഞിട്ടില്ല. ശങ്കരാചാര്യ അദ്വൈതം പറഞ്ഞ ആളാണ്. ഇങ്ങനെയുള്ള ഇത് നീതിക്ക് നിരക്കാത്ത കാര്യങ്ങൾ ശങ്കരാചാര്യർ പറയത്തില്ല എന്ന് പറയുമ്പോൾ ഇത് പറയുന്നേക്കുമ്പോൾ എനിക്ക് വാശി കൂടും. അങ്ങനെ അല്ലാതെ പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ഇത് നേരിട്ട് ഗുരുമുഖത്ത് നിന്ന് ഞാൻ പഠിച്ചതാണ്. അപ്പൊ എന്നോട് പറയുകയാണ് ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറഞ്ഞാൽ എനിക്ക് സമ്മതിക്കാൻ പറ്റും. അപ്പോൾ അത് തെളിവ് സഹിതം അത് വിശദീകരിക്കേണ്ടി വരും. ചുരുക്കം നിങ്ങളുടെ മനസ്സിലെങ്കിലും ഇതിനെക്കുറിച്ചുള്ള ശരിയായ ധാരണ ഉണ്ടാകാൻ വേണ്ടി, കേൾക്കുന്നവർക്കും ആ ധാരണ ഉണ്ടാകാൻ വേണ്ടി. പിന്നെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നമ്മൾക്കത് പറയാൻ കൊള്ളാമോ? ചിലർ ചോദിക്കും, ഇത് ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞു. ശങ്കരൻ മഠത്തിൽ നിന്ന് തന്നെ സന്യാസം സ്വീകരിച്ച ഒരു സന്യാസി, വളരെ അറിവുള്ള ഒരാൾ, ആദരണീയനായ ഒരു സന്യാസി, അദ്ദേഹം എന്നോട് പറഞ്ഞു, എന്താണ് ശങ്കരാചാര്യർ അത് പറഞ്ഞ് ശരിയാണ്, അങ്ങനെ പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്നത് ശരിയാണ്, എനിക്കത് നിഷേധിക്കാൻ പറ്റത്തില്ല. കാരണം അദ്ദേഹം പഠിച്ച ആളാണ്, ഞാനും അങ്ങനെ പറഞ്ഞു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്നാലും അത് പറയുന്നത് ശരിയല്ല. ഇന്ന് ഞാനത് പറയാറില്ല. അതുകൊണ്ട് നമ്മളത് പറയുന്നത് ശരിയല്ല. ശങ്കരാചാര്യർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്ന് പറയുന്നത് ശരിയല്ല. ഞാൻ പറയും, പക്ഷെ എൻ്റെ ആചാര്യൻ എന്നെ അങ്ങനെയല്ല പഠിപ്പിച്ചത്. അത് ശരിയായിരിക്കും, താങ്കൾക്ക് അങ്ങനെ ഒരു മനസ്സുണ്ടെങ്കിൽ നല്ലത്, അത് ഞാൻ അഭിനന്ദിക്കുന്നു. പക്ഷേ എൻ്റെ ആചാര്യന്മാർ അങ്ങനെയല്ല എന്നെ പഠിപ്പിച്ചത്. ഇത് തെറ്റാണെന്ന് പറഞ്ഞ ആചാര്യന്മാരിൽ നിന്നാണ് ഞാൻ പഠിച്ചത്. പിന്നെ എന്ത് ചെയ്യും? വേദാധികാര നിരൂപണം എന്ന് പറയുന്ന പുസ്തകത്ത് വായിച്ചു, സ്പഷ്ടമായി എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ വളരെ കർക്കശമായ ഭാഷയിൽ തന്നെ ശങ്കരാചാര്യർ വിമർശിക്കുന്നുണ്ട്. അതാണ് എനിക്ക് ഊർജവും ധൈര്യവും തരുന്നത്. ഇത്തരത്തിലുള്ള ചില ബുക്കുകളാണ്. അവിടെ ശങ്കരാചാര്യരെ കുറിച്ച് പറയാൻ പാടില്ല, ശങ്കരാചാര്യർ മാന്യനാണെന്നല്ല പറഞ്ഞിരിക്കുന്നു. ഇത് അവിടെ ഞാനങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. അവിടെ പറഞ്ഞു നിർത്തുന്നത് എന്താണ്? ഇത് കശാപ്പുകാരുടെ പണിയാണ് എന്നാ പറഞ്ഞു നിർത്തുന്നത്. ഇത്രയും വ്യക്തമായിട്ട് കാര്യങ്ങളിരിക്കെ അതിനെയൊക്കെ മറച്ചു വെച്ചുകൊണ്ട് ഇതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നത് അങ്ങനെയാണെന്നാണ്. അങ്ങനെയുള്ള ആചാര്യന്മാരുമുണ്ട്, അവരാണ് എൻ്റെ പരമ്പര എന്ന് പറയുന്നത്. അപ്പം എനിക്കിത് പറയാതിരിക്കാൻ പറ്റത്തില്ല. അത് മാത്രമല്ല, ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ വാസ്തവം എന്താണ്, തത്വം എന്താണ്, പരമാർത്ഥം എന്താണ്, അത് ദുർവ്യാഖ്യാനം ചെയ്യാൻ പാടില്ല. അത് നമ്മൾ മനസ്സിലായിരിക്കണം. അതിനു വേണ്ടിയിട്ടാണ് പറഞ്ഞത്. അത് ശിഷ്യന്മാരും പറയുന്നു, ഞാനും പറയുന്നു. ബ്രാഹ്മണാനാമേവ അധികാരോ വിദ്ധാന്യാദോ ബ്രാഹ്മണഗ്രഹണം വിദ്ധായ
വൈപരീത്യേന ഉത്ഥാനം കൃത്വ പറയും. അവിടെ ഉദ്ദേശിക്കുന്നത് വിദിത്വ വിദ്ധായ ചേർത്ത് വ്യാഖ്യാനിക്കും. ഇതറിഞ്ഞിട്ട് വിപരീതമായ രീതിയിൽ, ഏഷണകൾക്ക് വിപരീതമായ രീതി എന്ന് വെച്ചാൽ ഏഷണങ്ങളെല്ലാം ത്യജിച്ചിട്ട്, അതാണ് വൈപരീത്യന എന്ന് പറയുന്നത്. കർത്തൃത്വ ഭോക്തൃത്വ ബുദ്ധിയോടുകൂടിയ കർമ്മത്തിൽ മുഴുകുന്നു, അതിന് നേരെ വിപരീതമായി ഇതിനെല്ലാം ത്യജിച്ചിട്ട്, അതാണ് വൈപരീത്യേന ഉത്ഥാനം കൃത്വ. അവിടെ എന്താണ്? കർമ്മത്യാഗത്തിൽ സ്ഥിതി ചെയ്യുന്നു. കർമ്മത്യാഗത്തിൽ എന്ത് ചെയ്യുന്നു? അവിടെ ഭിക്ഷാചര്യം ചരന്തി അതിനോട് യോജിപ്പിക്കുന്നു. കുത്ത എങ്ങനെ സന്യാസം എങ്ങനെ സംഭവിക്കും? പുത്രേഷനായ പുത്രാർത്ഥ ഏഷണ, പുത്രന് വേണ്ടിയുള്ള ആഗ്രഹം. കേവലം ആഗ്രഹത്തെ ത്യജിക്കുകയല്ല. ഇന്ന് ചില ഗൃഹസ്ഥന്മാർ വ്യാഖ്യാനിക്കുന്ന പോലെ, ഗൃഹസ്ഥന്മാർ അദ്വൈതം വ്യാഖ്യാനിക്കുമ്പോൾ പറയും, ഭാര്യയും മക്കളൊക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ആഗ്രഹമില്ല. അങ്ങനെയല്ല ഭാഷകാരൻ വ്യാഖ്യാനിക്കുന്നു. അതിനൊക്കെ ഉപേക്ഷിച്ചിട്ടെന്ന് തന്നെ, അതൊക്കെ വിടാൻ ഇത്തിരി പാടുണ്ട്. ഭാര്യയും മക്കളെയും പറ്റുമെങ്കിൽ അവരെ കൂടെ കൂട്ടി സന്യസിക്കും. ഒരു കക്ഷത്ത് ഭാര്യയും മറുകക്ഷത്ത് മക്കളെയൊക്കെ വെച്ചുകൊണ്ട് സന്യസിക്കുന്നവരും. ഇവിടെ അതിനൊന്നും യാതൊരു അംഗീകാരമില്ല. സന്യാസം എന്ന് വെച്ചാൽ ഇതൊക്കെ ഉപേക്ഷിച്ചിട്ട് തന്നെ ഭാഷ്യകാരനെ സംബന്ധിച്ചിടത്തോളം. അക്കാര്യത്തിലൊക്കെ ഭാഷ്യകാരന് പൂർണ്ണമായ ആർജ്ജമുണ്ട്. ഒരിടത്ത് ജാതി പറയുന്നിടത്ത് മാത്രം. ബാക്കി ഏത് ഭാഗം വന്നു കഴിഞ്ഞാലും ശരി, അവിടെ ആള് നിഷ്പക്ഷനാണ്, സ്വതന്ത്രനാണ്. അതുകൊണ്ട് പുത്രാർത്ഥ ഏഷണ പുത്രേഷണ, പുത്രന് വേണ്ടിയിട്ടുള്ള ഏഷണ. ഏഷണ എന്ന് വെച്ചാൽ കാമന, ആഗ്രഹം, ഇച്ഛ എന്നുള്ള അർത്ഥം. പുത്രന് ഇമം ലോകം ജയേയം, ഈ ലോകത്തെ നേടണമെങ്കിൽ പുത്രൻ വേണം. ഇത് ലോകജയ സാധനം. പുത്രം പ്രതി ഇച്ഛ ഏഷണ, അത് പുത്രേഷണ. ആഗ്രഹം ഉണ്ടായാൽ എന്താ ചെയ്യുന്നത്? ദാരസംഗ്രഹം, വിവാഹം. ദാരസംഗ്രഹം എന്ന് വെച്ചാൽ വിവാഹം. ദാരസംഗ്രഹം അകൃത്വ, വിവാഹം കഴിക്കാതെ, സ്പഷ്ടമായി പറഞ്ഞിരിക്കുന്നു. സന്യാസം എന്ന് പറഞ്ഞാൽ വിവാഹം കഴിക്കാതെ തന്നെയാണ്. എന്നാൽ വിവാഹം കഴിച്ചിട്ടൊരു സന്യാസമല്ല. പക്ഷെ അവിടെ പറയുന്നുണ്ട് എന്ന് വിചാരിച്ച് എല്ലാവരും വിവാഹം കഴിക്കാൻ പറ്റില്ല. അതിന് ഒരാൾക്ക് കഴിയുന്നില്ലെങ്കിൽ അവര് ഒളിച്ചോടിപ്പോട്ടെ. എന്തിനാ അതിന് ബാക്കിയുള്ളവർ കരയുന്നത്? എന്തിനാ? ഒരാൾക്കതിന് കഴിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരായാലും ശരി, ബ്രഹ്മചാരി ആയാലും ശരി, എത്ര കൂടിയ സ്വാമി ആയാലും ശരി, എപ്പോഴെങ്കിലും തോന്നുകയാണ് പറ്റില്ല. പുത്രേഷണം ഉണ്ടാകണം. വന്നു കഴിഞ്ഞാൽ പിന്നെന്താ? പക്ഷേ ഇതാണ് മാർഗം. അതിന്റെ തത്വബോധത്തിന്റെ മാർഗമായി പറയുന്നത് ഇതാണ്. അതിനെക്കുറിച്ച് ആപാതജ്ഞാനം ഉള്ളവൻ തന്നെ, സാമാന്യമായ ബോധമുള്ളവൻ തന്നെ അവൻ ഏഷണകളെ ത്യജിക്കണമെന്നാണ് പറയുന്നത്. അതിനെക്കൂടെ സംരക്ഷിക്കാൻ പറയുന്നു. ദാരസംഗ്രഹം അകൃത്വ, വിവാഹത്തെ ഒഴിവാക്കി എന്ന് തന്നെ പറയും. ഇത് വേറെ തരത്തിൽ വ്യാഖ്യാനിക്കാൻ പറ്റില്ല. എനിക്ക് പ്രത്യേകിച്ച് സന്യാസത്തിനോട് താല്പര്യമുള്ളതുകൊണ്ടോ അല്ലെങ്കിൽ ഗൃഹസ്ഥാശ്രമത്തോട് അങ്ങനെയല്ല. എന്താണ് വസ്തുത? ഏത് കാര്യത്തെ സംബന്ധിച്ച്? സന്യാസത്തെ സംബന്ധിച്ചായാലും ശരി, വർണ്ണത്തെ സംബന്ധിച്ചായാലും ശരി, ആശ്രമത്തെ സംബന്ധിച്ചായാലും ഒരു ആചാര്യം പറയുമ്പോൾ അതിന്റെ വസ്തുത എന്താണെന്ന് അത് മനസ്സിലാക്കും. അതിന് എന്തെങ്കിലും രാഗദ്വേഷം കൊണ്ടല്ല, രാഗദ്വേഷത്തെ അടിസ്ഥാനപ്പെടുത്തിയല്ല നമ്മളിത് വ്യാഖ്യാനിക്കേണ്ടത്. സത്യം മനസ്സിലാക്കുക, വാസ്തവം എന്താണെന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ സന്യാസത്തോട് പ്രത്യേകിച്ച് പ്രതിപത്തിയോ അല്ലെങ്കിൽ മറ്റേതിനോട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഓരോരുത്തരും എന്ത് ധർമ്മമാണോ അത് സ്വീകരിക്കുക. പറ്റുമെങ്കിൽ സ്വീകരിക്കുക, പറ്റില്ലെങ്കിൽ അത് വിട്ടുകളയുക. ഗൃഹസ്ഥാശ്രമം ഒരാൾ സ്വീകരിക്കുന്നു, അയാൾക്ക് തോന്നുന്നു ഇത് പറ്റത്തില്ല, ഭാര്യയും മക്കളും കരഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അയാളത് ഉപേക്ഷിക്കുന്നു. അത് ഉപേക്ഷിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം അയാൾക്കുണ്ട്. അയാൾ സന്യാസധർമ്മത്തെ സ്വീകരിക്കുന്നു. അത് മറ്റുള്ളവർക്ക് കരയുന്നു, അതുകൊണ്ട് പാടില്ല എന്ന് പറയുന്ന അർത്ഥമില്ല. അതാ വ്യക്തിയെ സംബന്ധിച്ചത് ശരിയാണ്.
എപ്പോഴാണോ വിരക്തി യദഹരേവ വിരജ് തദഹരേവ പ്രപ്രജയത, ഏത് സമയം അയാളുടെ മനസ്സിൽ അങ്ങനെ വിരക്തി ഉണ്ടാകുന്നു അപ്പോൾ ഉപേക്ഷിക്കുക, പിന്നെ അതിൽ നിൽക്കാൻ ശ്രമിക്കുക, അതിൽ തന്നെ. അതുകൊണ്ട് പറയുന്നത് ശരിയായ വിരക്തി ഉണ്ടെങ്കിലേ അത് ഉപേക്ഷിക്കാവൂ. പിന്നെ അത് ഉപേക്ഷിച്ചിട്ട് വീണ്ടും സ്വീകരിക്കുമ്പോൾ അതിൽ പതനമുണ്ട്, വ്രതഭംഗമുണ്ട്. അതുകൊണ്ട് കഴിയുന്നതും അത് ചെയ്യാതിരിക്കുക. പിന്നെ ഒരാൾക്ക് നിവൃത്തിയില്ലെങ്കിൽ അതിനെ അംഗീകരിക്കുക എന്നുള്ളതാണ് ബുദ്ധി, വേറെ വഴിയില്ലെങ്കിൽ. അതുകൊണ്ട് ഒന്നിനെയും ന്യായീകരിക്കുക, ഒന്നിനോടും വിദ്വേഷമോ ഒന്നിനോടും പ്രത്യേകിച്ച് താല്പര്യമോ എന്ന് വെച്ചുകൊണ്ടല്ല ഈ ശാസ്ത്രത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിലേത് വിഷയം സംബന്ധിച്ചാലും, ജാതിയെ സംബന്ധിച്ചാലും ശരി, തത്വത്തെ സംബന്ധിച്ചാലും ആരോടും പ്രത്യേകിച്ച് വിദ്വേഷമോ ആരോടും പ്രത്യേകിച്ച് താല്പര്യമോ ഒന്നും സ്വീകരിക്കേണ്ട കാര്യമില്ല. വാസ്തവം എന്താണ്, പരമാർത്ഥം എന്താണ്, അത് മനസ്സിലാക്കുക. അതെങ്ങനെ ആചാര്യം പറയുന്നു, ആചാര്യന്റെ ശിഷ്യന്മാരെങ്ങനെ പറയുന്നു, അറിവുള്ളവരെങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കി തരുന്നു. അതിൽ കഴിയുന്നതും നമ്മൾ വെള്ളം ചേർക്കാതെ, നമ്മുടേതായ സംഭാവനയൊന്നും കൂട്ടിച്ചേർക്കാതെ അതിനെ കഴിയുന്നത് മനസ്സിലാക്കുക. അതിനുള്ളൊരു ശ്രമമാണിതെന്ന് പറയുന്നത്. ഭാഷകാരനോട് പറഞ്ഞിരിക്കുന്നു, വിവാഹം കഴിക്കാതെ സന്യാസത്തിലേക്ക് കിടക്കുക. അതുപോലെ വിത്തേഷണായ കർമ്മസാധനസ്യ ഗവാദേർ ഉപാദാനം അനേന കർമ്മ കൃത്വ പിതൃലോകം ജ്യേഷ്യാമീതി. ഇനി വിത്തേഷണ, വിത്തത്തിന് ആഗ്രഹം വരും, അത് വേണമല്ലോ. ഈ കാലത്ത് വൈദിക കാലഘട്ടത്തിൽ ഇതെല്ലാം വൈദിക കർമ്മങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയ ചിന്തിക്കുന്നു. എന്തിനു ധാരപരിഗ്രഹം, വിവാഹം എന്ന് പറയുന്നു. ഇന്നത്തെ മനുഷ്യൻ ചിന്തിക്കുന്ന പോലെയല്ല അന്ന് ചിന്തിച്ചിരുന്നു. അത് തന്നെ കർമാനുഷ്ഠാനത്തിന് വേണ്ടിയിട്ടാണ്. എന്തിനാ പുത്രനുണ്ടാകുന്നത്? അതുകൊണ്ട് പരലോകം പ്രാപ്തിക്ക് വേണ്ടിയിട്ടാണ്. എല്ലാം വൈദികമായ കാഴ്ചപ്പാടുകളാണ്. ഇന്ന് മനുഷ്യന് അത് വേണ്ടിയല്ല. ഇന്ന് പുത്രനുണ്ടാകുന്നതിന് എഞ്ചിനീയറോ ഡോക്ടറോ ഒക്കെ ആക്കാൻ വേണ്ടിയിട്ടാണ്. അന്ന് അങ്ങനെയല്ല. തനിക്ക് പരലോകത്തിൽ പോകണം, അതിന് പുത്രനുണ്ടാവണം. അതാണ് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചു. എന്നുവെച്ചാൽ അന്ന് മനുഷ്യന് അന്ന് കാമനയുണ്ട്. പക്ഷെ ആ കാമന എന്ന് പറയുന്നത് മുഖ്യമായിട്ടും വൈദികന്മാരുടെ കാമന എന്ന് പറയുന്നത് ഈ പരലോക സംബന്ധമായിട്ടുള്ള കാമനയാണ്. ഇഹലോക കാമനയാണ്. അത് വളരെ കുറവാണ്. ഫലകാമന എന്ന് പറയുമ്പോൾ അതാണ് മുഖ്യം. എല്ലാം അതിനു വേണ്ടി. അതുകൊണ്ട് വിത്തേഷണം അതിനു വേണ്ടി. ഇന്നങ്ങനെയല്ല. മനുഷ്യൻ വിത്തത്തെ ആഗ്രഹിക്കുന്നത് ഭൗതികമായ സുഖസൗകര്യങ്ങളോടുകൂടി ജീവിക്കാൻ വേണ്ടിയാണ്. അന്നതായിരുന്നില്ല. അതുകൊണ്ട് പറയുന്നു കർമ്മസാധനമെന്ന്. വിത്തം കർമ്മസാധനമാണ്. ഗവാദേഹേ, അന്നത്തെ വിത്തം എന്ന് പറയുന്നത് പശുവും മറ്റുമാണ്. ഉപാദാനം, അത് സമ്പാദിക്കണം. അനേന കർമ്മകെടുത്തു, അതുകൊണ്ട് കർമ്മം ചെയ്യണം. പിതൃലോകം, അങ്ങനെയുള്ള കേവല കർമ്മങ്ങളുണ്ട്. പിതൃലോകത്തെ പ്രാപിക്കാം. ഇതൊന്നും മനസ്സിലാക്കാൻ തന്നെ പ്രയാസമാണ് ആൾക്കാർക്ക്. കാരണം ഇന്നങ്ങനെ ആരും ചെയ്യുന്നില്ല. കർമ്മം ചെയ്ത് പിതൃലോകത്തെ പ്രാപിക്കാൻ ആരും ഒരുമിടുന്നില്ല. അക്കാലത്തിന്റെ പ്രത്യേകതയാണ്. ഒരുപക്ഷെ ഇന്നത്തെ ഭൗതിക സാഹചര്യങ്ങളിൽ ഇന്നത്തെ ലൗകികതയും അന്നില്ലാത്തതുകൊണ്ടായിരിക്കും. പിന്നെ വിദ്യാസംയുക്തേനവ, ഇനി ഉപാസനയും കൂടെ ചേർക്കുന്നു കർമ്മത്തോട്. ഇങ്ങനെയോ ദേവലോകം, ദേവലോകത്തെ പ്രാപിക്കാം. കേവലയാവ ഹിരണ്യഗർഭവിദ്യയ, ഹിരണ്യഗർഭോപാസനയെ കുറിച്ചാണ് ചാന്തോക്യത്തിലും മറ്റും പറഞ്ഞത്. പരിപ്രാജകന്മാരനുഷ്ഠിക്കുന്നു, നൈഷ്ഠിക ബ്രഹ്മചാരികൾ അനുഷ്ഠിക്കുന്ന ഉപാസനകൾ ഹിരണ്യഗർഭ ഉപാസനയെന്നും മറ്റും പറയുന്നു. ഇതുകൊണ്ട് ഇതെന്താണ്? ദൈവവിത്തമാണ്, ദേവലോകം. അപ്പോൾ ഇവിടെ പറയുന്നു വിത്ത് രണ്ടു തരത്തിലുണ്ട്. മാനുഷം, ദൈവം. വിത്തേഷണ എന്ന് പറയുന്നതിന് ആ വിത്തത്തെ രണ്ടായി തിരിക്കുന്നു. മാനുഷവിത്തം, ദൈവവിത്തം. മാനുഷവിത്തം എന്ന് പറയുന്നത് ഗോവും മറ്റും. ദൈവവിത്തം എന്ന് പറയുന്നത് ഉപാസന. ഉപാസനയാണ് ദൈവവിത്തം. അപ്പം മാനുഷവിത്തം ഗോ, ഇതുകൊണ്ട് കേവലമായ കർമ്മങ്ങൾ ചെയ്തിട്ട് പിതൃലോകത്തെ പ്രാപിക്കുന്നു. ദൈവവിത്തം എന്ന് പറയുന്ന ഉപാസന, അത് ചെയ്തിട്ട് ഹിരണ്യഗർഭലോകത്തെ പ്രാപിക്കുന്നു. ഇങ്ങനെയൊക്കെ വൈദികന്മാർ ചിന്തിച്ചിരുന്നു. അവരോട് ആണിത് പറയുന്നതെന്ന് പറയുന്നത് അതുകൊണ്ടാണ്.
അപ്പോൾ ഇതിനൊക്കെയുള്ള ആഗ്രഹത്തെ ഉപേക്ഷിക്കുക, ഇതിനെ ഉപേക്ഷിക്കുക. ആഗ്രഹത്തെ മാത്രം ഉപേക്ഷിച്ചാൽ പോരാ. ആഗ്രഹമില്ലാതെ ഞാൻ ഇത് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ പറ്റില്ല. ആഗ്രഹമുള്ളവനെ ഇത് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ദേവലോകം, പിതൃലോകം എന്നുള്ള വിഷയങ്ങളിൽ ആഗ്രഹമുള്ളവനെ ഇതിനെ ആശ്രയിച്ച് കർമ്മം ചെയ്യും. ആഗ്രഹമില്ലാത്തവൻ പിന്നെ എന്തിനു ചെയ്യണം? അവനിതൊന്നും ചെയ്യത്തില്ല. അതുകൊണ്ട് ആഗ്രഹത്തെ ഉപേക്ഷിക്കുക എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഉപേക്ഷിക്കുക. അതുകൊണ്ടാണ് ഭാഷ്യകാരൻ പറഞ്ഞ് ദാരപരിഗ്രഹം അകൃത്വ, വിവാഹം കഴിക്കാതെ തന്നെ, മറിച്ച് അവിടെ സന്യസിച്ചിട്ട് തത്വജ്ഞാനത്തിന് വേണ്ടി, തത്വജ്ഞാനത്തിന്റെ ദൃഢതയ്ക്ക് വേണ്ടി സന്യസിക്കുന്നു. അതൊരു സന്യാസം എന്നാണ്. ശാന്തി ശാന്തി ശാന്തി.